നമസ്കാരം സുവോളജി വൺ ഷോട്ട് വീഡിയോയുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആനിമൽ കിങ്ഡം അതിന്റെ ആദ്യത്തെ ഭാഗം നോൺ കോഡേറ്റയാണ് തേർഡ് പാർട്ടിൽ ഇറക്കിയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്കറിയാം ആനിമൽ ടിഷ്യൂ, സെക്കൻഡ് പാർട്ട് മോർഫോളജി ആൻഡ് അനാട്ടമി ഓഫ് കോക്രോച്ച്, തേർഡ് പാർട്ട് ആനിമൽ കിങ്ഡത്തിന്റെ നോൺ കോഡേറ്റ, ഫോർത്ത് പാർട്ടാണ് നമ്മൾ കോഡേറ്റ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇംപ്രൂവ്മെന്റിനെയും +1 പബ്ലിക് എക്സാമിനെയും ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആനിമൽ കിങ്ഡം പേര് സൂചിപ്പിക്കുന്ന പോലെ എക്സ്ക്ലൂസീവ് ആയിട്ട് ആനിമൽസ് മാത്രം വരുന്ന ഗ്രൂപ്പ്. ആനിമൽസ് എന്ന് പറയുമ്പോൾ മൾട്ടി സെല്ലുലാർ ആണ്, ഹെറ്ററോട്രോഫിക് ആണ്, യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് ഇതിനകത്ത് വരുന്നത്. യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്, മൾട്ടി സെല്ലുലാർ, ഹെറ്ററോട്രോഫിക്, യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്. ഓക്കെ, അതേപോലെ ഇവരുടെ വളർച്ച ലിമിറ്റഡ് ആണ്, പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ലിമിറ്റഡ് ഗ്രോത്ത് ആണുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് ലോക്കോമോഷന് കഴിവുണ്ട്, ന്യൂറൽ കോർഡിനേഷൻ ഉണ്ട്. ഇതൊക്കെ ഇവരുടെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ നമുക്കറിയാം, ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് നോട്ടോകോഡ്. നട്ടലുണ്ടോ ഇല്ലയോ ഇതിനെ അടിസ്ഥാനമാക്കി ഇവരെ 2 ഗ്രൂപ്പാക്കി. ഒന്ന് നോൺ കോഡേറ്റ, അടുത്ത ഗ്രൂപ്പിന്റെ പേര് ഫൈലം കോഡേറ്റ. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ കോഡേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമ്മൾ 10 ഫൈലമായിട്ട് ഡിവൈഡ് ചെയ്തു. ഓർമ്മയുണ്ടല്ലോ, പേര് ആ ഓർഡറിൽ ഓർത്തിരിക്കുക. കാരണം ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പഠിക്കുമ്പോൾ ഈ ഒരു ഓർഡർ, എവല്യൂഷണറി ഓർഡർ അറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അപ്പൊ പോരിഫെറ, നിഡേറിയ, ടിനോഫോറ, പ്ലാറ്റിയൽമിന്തസ്, ആഷ്ട്രൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമേറ്റ, എമിക്കോഡേറ്റ. ഓക്കെ, മറ്റേ ഗ്രൂപ്പിന് ഓൾറെഡി ഫൈലം എന്ന പേര് കിട്ടിയതിനാൽ ഫൈലം കോഡേറ്റയെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 6 ക്ലാസ്സുകളായിട്ടാണ്. ആദ്യത്തെ ക്ലാസ്സിന്റെ പേരാണ് കോൺട്രിക്തിസ് അഥവാ കാർട്ടിലേജിനസ് ഫിഷസ്. അടുത്ത ക്ലാസ്സിന്റെ പേരാണ് ഓസ്ട്രിക്തിസ് അഥവാ ബോണി ഫിഷസ്. അടുത്ത ക്ലാസ് ആണ് തവളകൾ ഉൾപ്പെടുന്ന ആംഫീബിയ. അടുത്ത ക്ലാസ് ആണ് നമ്മളുടെ ക്രോക്കോഡൈൽ, അലിഗേറ്റർ, ടോർട്ടിസ്, ടർട്ടിൽ, അതുപോലെ എക്സ്റ്റിങ്ക്ട് ആയ ഡിനോസേഴ്സ്, സ്നേക്സ്, ലിസാർഡ്സ്, അവരൊക്കെ വരുന്ന വിഭാഗമാണ് റെപ്റ്റീലിയ അഥവാ ഉരഗങ്ങൾ. അടുത്ത ക്ലാസ് ആണ് ഏവ്സ് അഥവാ പക്ഷികൾ. അവസാനം കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന വിഭാഗം മെമ്മേലിയ. ഒരു L മിസ്സായിട്ടുണ്ട്, മെമ്മേലിയ, MAMMALIA ആണ്, ILIA അല്ല, മെമ്മേലിയ. ഓക്കെ, ദെൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വന്നു, ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു, അതാണ് സംഭവിച്ചത്. പിന്നീടൊന്നും പ്രൂഫ് വായിക്കാൻ പറ്റിയില്ല. ഓക്കെ, ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ആനിമൽസ്. ആനിമൽസിന്റെ ഓരോ വിഭാഗത്തിന്, ആ 16 വിഭാഗങ്ങൾ ഓരോന്നിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പായി ഓരോ ജനറൽ ക്യാരക്ടർ ഡിസ്കസ് ചെയ്യണം. ആദ്യത്തേതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അത് നമ്മൾ പ്രധാനമായിട്ട് 4 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തത് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ട് മാത്രം, അതാണ് സെല്ലുലാർ ലെവൽ. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഫൈലം പോറിഫെറ ആണ് അതിന് എക്സാമ്പിൾ. അടുത്തത് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ ടിഷ്യൂ ലെവൽ, അതിന് 2 എക്സാമ്പിൾ CNIDARIA നിഡേറിയ, അതുപോലെ തന്നെ CTENOPHORA ടിനോഫോറ. അടുത്തത് ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ, എക്സാമ്പിൾ പ്ലാറ്റിയൽമിന്തസ് ആണ്. അതുപോലെ ഓർഗൻ സിസ്റ്റം ലെവൽ, പ്ലാറ്റിയൽമിന്തസ് കഴിഞ്ഞ അടുത്ത ഫൈലം ആഷ്ട്രൽമിന്തസ് മുതൽ മാമൽസ് വരെ എല്ലാ ആൾക്കാർക്കും ഓർഗൻ സിസ്റ്റം ലെവലാണ്. അപ്പൊ ഇത് കൺസൈസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ചുരുക്കി തന്നിട്ടുണ്ട്. പേജ് നമ്പർ 60 NCERT റെഫർ ചെയ്താൽ ഇതിന്റെ ഒരു ടേബിളിനകത്ത് ഇതെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നെ ബോഡി പ്ലാൻ. ബോഡി പ്ലാൻ 3 തരത്തിലുണ്ട്. ബോഡി പ്ലാൻ എന്ന ക്യാരക്ടർ NCERT-യിൽ ഇല്ല, പകരം വേറെ തന്നിരിക്കുന്ന നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ, അത് ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഒരു കൂട്ടം സെൽസ് കൊണ്ട് മാത്രം, ടിഷ്യൂസും ഓർഗൻസും ഒന്നും കാണപ്പെടുന്നില്ല. എക്സാമ്പിൾ പോറിഫെറ. ഇങ്ങനെയുള്ളവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെയുള്ള ഒരു സിസ്റ്റവും കാണപ്പെടില്ല. അടുത്തത് ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ. ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാനിനകത്തും പ്രത്യേകത എന്താ? ബോഡി ഈസ് ഫോംഡ് ഓഫ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. ഓർമ്മയുണ്ടല്ലോ, ഹൈഡ്ര പോലെയുള്ള ആൾക്കാർ വരുന്നത്. ബോഡി ഈസ് ഫോംഡ് ഓഫ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ വിത്ത് ഹൗ മെനി ഓപ്പണിംഗ്? ഒറ്റ ഓപ്പണിംഗ് ആണുള്ളത്. ആ ഓപ്പണിംഗ് ആണ് മൗത്ത്. ഫുഡ് അകത്തേക്ക് കയറുന്നതും വേസ്റ്റ് പുറത്തേക്ക് പോകുന്നതും സെയിം ഓപ്പണിംഗ് ആണ്. എക്സാമ്പിൾ നിഡേറിയ, ടിനോഫോറ ആൻഡ് പ്ലാറ്റിയൽമിന്തസ്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം അപൂർണമാണെന്ന് പറയാം, ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അതുപോലെ 2 within a 2 ബോഡി പ്ലാൻ. 2 within a 2 ബോഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ബോഡി ഈസ് ഫോംഡ് ഓഫ് 2 ട്യൂബ്സ്. ഔട്ടർ വലിയ ട്യൂബിന്റെ പേരാണ് ബോഡി വാൾ, ഇന്നർ ചെറിയ ട്യൂബിന്റെ പേരാണ് എലിമെന്ററി കനാൽ. ഇത് ഔട്ടർ ബോഡി വാൾ, ഇത് ഇന്നർ എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഗട്ട്. അറിയാമല്ലോ, ഗട്ടിന് 2 ഓപ്പണിംഗ് ഉണ്ട്. ആന്റീരിയർ ഓപ്പണിംഗിന് പറയുന്ന പേരാണ് മൗത്ത്, പോസ്റ്റീരിയർ ഓപ്പണിംഗിന് പറയുന്ന പേരാണ് ഏനസ്. അപ്പൊ ഫുഡ് കയറുന്നത് മൗത്തിലൂടെ, വേസ്റ്റ് പോണത് ഏനസിലൂടെ. അതാണ് 2 within a 2 ബോഡി പ്ലാൻ. ആഷ്ട്രൽമിന്തസ് മുതൽ അങ്ങോട്ട് മാമൽസ് വരെ എല്ലാവരിലും എന്താ ഉള്ളത്? 2 within a 2 ബോഡി പ്ലാൻ ആണ് കാണപ്പെടുന്നത്. കണ്ടോ, ഈ ഉള്ളത് പല, വരേണ്ടത് പലതും ഈ വന്നു പോയിട്ടുണ്ട്.
ഓക്കെ, അപ്പം 2 within a 2 body plan എന്ന് പറയുമ്പോൾ അവരിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയിരിക്കും. ആ ക്യാരക്ടറാണ് NCERT പേജ് നമ്പർ 60 പറഞ്ഞിരിക്കുന്നത്. പോറിഫറയ്ക്ക് നേരെ ആബ്സെന്റ് ആയിരിക്കും ഡൈജസ്റ്റീവ് സിസ്റ്റം, കാരണം അവർക്ക് സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ. നിഡേറിയ, ടീനാഫോറ ആൻഡ് പ്ലാറ്റിയൽമിന്തസിൽ അത് ഇൻകംപ്ലീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാകും, കാരണം ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ. പിന്നെ ആസ്ട്രൽമിന്തസ് തൊട്ട് മാമൽസ് വരെ എല്ലാവർക്കും 2 within a 2 body plan ആയതിനാൽ എലിമെന്ററി കനാൽ ഓർ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്യാരക്ടറാണ് ബോഡി സിമ്മട്രി. ശരീരഭാഗങ്ങൾ ക്രമീകരിക്കുന്നതിലുള്ള സിമിലാരിറ്റിക്ക് പറയുന്ന പേരാണ് ബോഡി സിമ്മട്രി. അത്തരം ആൾക്കാരെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്ലെയിനിൽ കൂടെയെങ്കിലും 2 തുല്യ പകുതിയാക്കാൻ പറ്റും. അവരെ വിളിക്കുന്ന പേരാണ് സിമ്മട്രിക് ആനിമൽസ്. പക്ഷെ ചില ആനിമൽസ് അവരെ നമ്മൾ ഏത് പ്ലെയിനിൽ കൂടെ നോക്കിയാലും 2 തുല്യ പകുതിയാക്കാൻ പറ്റില്ല. ഇപ്പൊ ചില സ്പോഞ്ചുകൾ, ഇത് റേഡിയൽ സിമ്മട്രി കാണിക്കുന്നതാണ്. പക്ഷെ ചില സ്പോഞ്ചസിന് അങ്ങോട്ടൊക്കെ ഇതേപോലെ ബോഡി ചിലപ്പോൾ ബ്രാഞ്ചഡ് ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾ സ്പോഞ്ചില്ലയുടെ ഡയഗ്രാം കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഇല്ലാതെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്പോഞ്ചില്ല. ഓക്കെ, ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആണ്. അപ്പം അങ്ങനെയുള്ളവരിലൊന്നും ബോഡിയെ നമുക്ക് 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റില്ല. ആ കണ്ടീഷന് പറയുന്ന പേരാണ് അസിമെട്രി. അത്തരം ആൾക്കാരെ അസിമെട്രിക് ആനിമൽസ് എന്ന് പറയും. അപ്പൊ മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ് ആർ അസിമെട്രിക്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ പ്ലെയിൻ ഓഫ് ഡിവിഷൻ. ഏത് പ്ലെയിനിൽ കൂടെ നമ്മൾ 2 ഈക്വൽ ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു അതിനെ അടിസ്ഥാനമാക്കി ഇവരെ 2ആയിട്ട് തരം തിരിച്ചു. റേഡിയൽ സിമ്മട്രി. റേഡിയൽ സിമ്മട്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ബോട്ടിൽ എടുക്കുന്നു. ഓക്കെ, ഈ ബോട്ടിൽ ഇതേപോലെയാണ് ഹൈഡ്രയുടെ ഒക്കെ ബോഡി. ഓക്കെ, ഇത് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതിനെ 2 ഈക്വൽ ഹാഫ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? മുകളിൽ നിന്ന് താഴേക്ക് കടന്നു പോകുന്ന ഏതൊരു പ്ലെയിനിൽ കൂടെയും, എനിക്ക് തോന്നുന്നു ഈ ബോട്ടിലിന്റെ കളർ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്, കാരണം നമ്മൾ ഈ ഗ്രാഫിക്സ് ചെയ്യുന്നത് സെയിം കളറിലുള്ള സ്ക്രീൻ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഈ ഗ്ലാസ് എടുക്കാം, കാണാമല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ 2 ഈക്വൽ ഹാഫ് ആക്കണമെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ കൂടെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം. കണ്ടോ? അതായത് മുകളിൽ നിന്ന് താഴേക്ക് നടുക്കൂടെ കടന്നു പോകുന്ന ഏതൊരു പ്ലെയിനിൽ കൂടെയും 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റുന്നവരെ വിളിക്കുന്ന പേരാണ് റേഡിയലി സിമ്മട്രിക് ആനിമൽസ്. ആ കണ്ടീഷനാണ് റേഡിയൽ സിമ്മട്രി. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ് അസിമെട്രി കാണിക്കുന്നു, ചില സ്പോഞ്ചുകൾ റേഡിയൽ സിമ്മട്രി കാണിക്കുന്നു. അതുപോലെ തന്നെ നിഡേറിയ, ടീനോഫോറ, അതുപോലെ എക്കേനോഡേംസ്, ഇവരെല്ലാം റേഡിയൽ സിമ്മട്രിയുടെ ആൾക്കാരാണ്. എക്കേനോഡേംസ് എന്ന് പറയുമ്പോൾ സ്റ്റാർ ഫിഷ് എല്ലാം, അത് പെൻഡാമേറസ് റേഡിയൽ സിമ്മട്രി എന്ന് പറയുന്ന ഒരു പെക്യൂലിയർ റേഡിയൽ സിമ്മട്രി ആണ്. അടുത്ത ബൈലാറ്ററൽ സിമ്മട്രി, അഡ്വാൻസ്ഡ് ആനിമൽസ് കാണിക്കുന്ന സിമ്മട്രി. അതായത് നമ്മളെയൊക്കെ 2 ഈക്വൽ ഹാഫ് ആക്കാൻ ഒറ്റ പ്ലെയിനേ ഉള്ളൂ. ഏത് പ്ലെയിൻ? യെസ്, ഇവിടെ മുതൽ, അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഈ നടുക്കൂടെ കടന്നു പോകുന്ന ഒരൊറ്റ പ്ലെയിനിൽ കൂടെ 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റുമെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബൈലാറ്ററൽ സിമ്മട്രി. ഓക്കെ, ഓൾ ആനിമൽസ് ഫ്രം പ്ലാറ്റിയൽമിന്തസ് ടു മാമൽസ് എക്സെപ്റ്റ് എക്കേനോഡേംസ്. പ്ലാറ്റിയൽമിന്തസ് മുതൽ മാമൽസ് വരെ എല്ലാ ആൾക്കാരും റേഡിയൽ ബൈലാറ്ററൽ സിമ്മട്രിക്ക് എക്സാമ്പിൾ ആണ്. ആരൊഴികെ? എക്കേനോഡേംസ് ഒഴികെ. എക്കേനോഡേംസ് എന്ത് സിമ്മട്രിയാണ് കാണിക്കുന്നത്? ദേശം യെസ്, റേഡിയൽ സിമ്മട്രി. അപ്പൊ അതിന്റെ ഡയഗ്രാം ഓർത്തിരിക്കുക. ഈ 2 ഡയഗ്രാം പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഹൈഡ്രയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, റേഡിയൽ സിമ്മട്രി. ഇത് ക്രാബ്, ഞണ്ട്, ബൈലാറ്ററൽ സിമ്മട്രി. ഞണ്ട് വരുന്നത് ആർത്രോപോഡയിലാണ്. അടുത്തത് മെറ്റാമറിസം ഓർ ബോഡി സെഗ്മെന്റേഷൻ. ശരീരത്തെ ഇതേപോലെ പല പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കാണാം വ്യക്തമായിട്ട്. അതായത് മണ്ണിരയുടെ ബോഡിയിൽ ഇതേപോലെ പല പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കണ്ടോ? ഇവിടെയൊക്കെ വളരെ വ്യക്തമാണ് ആ സെഗ്മെന്റേഷൻ. കണ്ടോ? അങ്ങനെ ബോഡിയെ പല പല കമ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മെറ്റാമറിസം ഓർ ബോഡി സെഗ്മെന്റേഷൻ. ഓക്കെ, അത് കാണിക്കുന്നത് ആരൊക്കെയാന്ന് നോക്കിയ അനലിഡ്സ്, ആർത്രോപോഡ്സ് ആൻഡ് സം കോഡേറ്റ്സ്. അനലിഡ എർത്തുവം വരുന്ന വിഭാഗം, ആർത്രോപോഡ എന്ന് പറയുമ്പോൾ കണ്ടോ കൊഞ്ചം അതൊക്കെ വരുന്ന വിഭാഗം കണ്ടോ, ആർത്രോപോഡ്സ്. പിന്നെ ചില കോഡേറ്റ്സും മെറ്റാമറിസം കാണിക്കുന്നുണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് പ്രൈമറി ജേം ലെയേഴ്സ്. The embryonic layers from which various body parts arise are called primary germ layers. അത് 3 എണ്ണം ഉണ്ട്. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം, ഇന്നർ എൻഡോഡേം. അറിയാമല്ലോ. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമലും ഇത് ഏതാ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ, ഈ ഔട്ടർ എക്ടോഡേം ഉണ്ട്, അതുപോലെ ഇന്നർ എൻഡോഡേം ഉണ്ട്. ഇതാ ഇന്നർ എൻഡോഡേം. ഇവിടെ മീസോഡേം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ദിസ് റെഡിഷ് കളർ പോർഷൻ ഈസ് കോൾഡ് മീസോഡേം.
പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സെല്ലുലാർ ലെയർ ആയിട്ടില്ല. മീസോഡേം ഇസ് റീപ്ലേസ്ഡ് ബൈ എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കോൾഡ് മീസോഗ്ലിയ. അപ്പൊ പ്രത്യക്ഷത്തിൽ ഇവർക്ക് എത്ര ലെയർ ആണുള്ളത്? 2 ലെയറിൽ നിന്നാണ് ശരീരം രൂപപ്പെട്ടിരിക്കുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. 3 ലെയറിൽ നിന്ന് രൂപപ്പെട്ടവരെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. ഇപ്പൊ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് അറിയാം, പ്രൈമറി ജേം ലെയേഴ്സ് ഡിസ്കസ് ചെയ്താണ്. എന്താ നമ്മളുടെ ഭ്രൂണാവസ്ഥയിൽ ഗ്യാസ്റ്റുല എന്ന് പറയുന്ന ആ കപ്പ് ഷേപ്ഡ് സ്റ്റേജിൽ അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഗ്യാസ്റ്റുലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണപ്പെടുന്നത്? ഇതുപോലെ ഗ്യാസ്റ്റുല കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഗ്യാസ്റ്റുല. ഈ ഗ്യാസ്റ്റുലയ്ക്ക് 3 ലെയർ ആണുള്ളത്. ഇന്നർമോസ്റ്റ് ലെയർ എൻഡോഡേം, മിഡിൽ ലെയർ മീസോഡേം, ഔട്ടർമോസ്റ്റ് ലെയർ എക്ടോഡേം. അങ്ങനെ ഒരു ജീവിയുടെ ശരീരം ഈ 3 ജേം ലെയേഴ്സ് നിന്നുണ്ടായാൽ, മറക്കരുത് 3 ജേം ലെയർ ആണെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്തസ് മുതൽ മാമൽസ് വരെ എല്ലാ ആൾക്കാരും എന്നതാ മക്കളെ? ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആണ്. മനസ്സിലായല്ലോ? ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിന് എക്സാമ്പിൾ പോറിഫെറ, നിഡേറിയ ആൻഡ് ടിനോഫോറ. അവർ 3 പേരും ഡിപ്ലോബ്ലാസ്റ്റിക്. 2 ജേം ലെയർ. ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ ഏത് ലെയറാ ഇല്ലാത്തത്? മീസോഡേം ഇസ് റീപ്ലേസ്ഡ് ബൈ എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കോൾഡ് മീസോഗ്ലിയ. ഇപ്പൊ ചോദിക്കുമ്പോൾ ഇതിലെ ഡയഗ്രാമേ ചോദിക്കുക. അപ്പൊ അതിനെ ബേസ് ചെയ്ത് അറിഞ്ഞിരിക്കുക. അടുത്തത് ബോഡി ക്യാവിറ്റി ഓർ സീലം. അതായത് നമ്മളുടെ ഔട്ടർ ബോഡി വാളിനും ഇന്നർ എലിമെന്ററി കനാലിനും ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഫിൽ സ്പേസിന് പറയുന്ന പേരാണ് സീലം. മനസ്സിലായല്ലോ? സീലം പ്രധാനമായിട്ട് 3 ടൈപ്പ്: എസീലം, സ്യൂഡോസീലം, യൂസീലം. എക്സാമ്പിൾ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അറിയാമല്ലോ, എസീലം എന്ന് പറയുമ്പോൾ സീലം ആബ്സെന്റ് ആണ് കേട്ടല്ലോ. അതിന് പകരം ആ സ്പേസിന് പകരം എന്താ ചില പാരൻകൈമ ടിഷ്യൂ കാണപ്പെടുന്ന കേസാണ് എസീലമേറ്റ് ആനിമൽസ്. എക്സാമ്പിൾ ആണ് പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, യഥാർത്ഥ സീലമാണെങ്കിൽ അത് ഉണ്ടാവേണ്ടത് മീസോഡേമിൽ നിന്നാണ്. അതിനകത്ത് മീസോഡേമൽ ലൈനിങ് കാണും. മീസോഡേമൽ ലൈനിങ് കൂടാതെ സീലമിക് ഫ്ലൂയിഡ് കാണപ്പെടും. അതൊക്കെ ഉള്ളതാണ് യഥാർത്ഥ സീലം. അതാണ് യൂസീലം. മനസ്സിലായല്ലോ? ഇതൊന്നും ഇല്ലാത്തത് എസീലം. സ്യൂഡോസീലം എന്ന് പറയുമ്പോൾ അതുണ്ടായതും സീലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് എ ഫാൾസ് സീലം. ഇറ്റ് ഈസ് നോട്ട് ഫോംഡ് ഫ്രം മീസോഡേം. ഇറ്റ് ഈസ് കോൾഡ് സ്യൂഡോസീലം. മറക്കരുത്, സ്യൂഡോസീലത്തിന് ഏക എക്സാമ്പിൾ ആസ്ട്രൽമിന്തസ് ആണ്. അത് കഴിഞ്ഞുള്ള അനലിഡ തൊട്ട് മാമൽസ് വരെ എല്ലാവരും എന്താ മക്കളെ? ട്രൂ സീലം, യഥാർത്ഥ സീലം ഉള്ളവരാണ്. മനസ്സിലായല്ലോ? അപ്പൊ സീലത്തിന്റെ ഡയഗ്രാം ഓർത്തിരിക്കുക. ഇത് ഏതാ? ട്രൂ സീലത്തിന്റെ ഡയഗ്രാം ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ? സ്യൂഡോസീലം. ഇത് എസ് സീലം. സി കൊടുത്തിരിക്കുന്നത് എസ് സീലം. മനസ്സിലായല്ലോ? അതായത് അങ്ങനെ ഒരു സ്പേസ് അവിടെ കാണപ്പെടുന്നില്ല, ആബ്സെന്റ് ആണ്. ഇറ്റ് ഫിൽഡ് വിത്ത് പാരൻകൈമ ടിഷ്യൂ. ഇവിടെ സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ യഥാർത്ഥ സീലമാണെങ്കിൽ ഫോം ചെയ്യേണ്ടത് മീസോഡേമിൽ നിന്നാണ്. NCERT വായിച്ചാൽ അറിയാം. മീസോഡേം is seen as scattered pouches between ectoderm and endoderm. എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിൽ ചിതറിക്കിടക്കുന്ന പൗച്ച് പോലെ മീസോഡേമൽ പൗച്ച് കാണപ്പെട്ടാൽ അതാണ് സ്യൂഡോസീലം. മനസ്സിലായല്ലോ? യഥാർത്ഥ സീലത്തിൽ ആ എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് കാണപ്പെടും. അതാണ് സീലം ഓർ യൂസീലം ഓർ ട്രൂ സീലം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആയി ഓർത്തിരിക്കുക. എത്രയാണ് ജനറൽ ക്യാരക്ടർ? നമ്മുടെ ഏറ്റവും അധികം സമയം ചെലവാക്കിയത് ജനറൽ ക്യാരക്ടർ ഡിസ്കസ് ചെയ്യാനാണ്. ഇനി ഓരോ ഫൈലമായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തത് പോറിഫെറ. പേരിന്റെ അർത്ഥം ചോദിക്കാം. പോർ ബെയറിംഗ് ആനിമൽസ്. അറ്റാച്ച്ഡ് ആനിമൽസ് ആണ് സെസൈൽ. ഭൂരിഭാഗം ആൾക്കാരും കടൽ വെള്ളത്തിൽ കാണപ്പെടും. വളരെ കുറച്ച് ആൾക്കാരാണ് ഫ്രഷ് വാട്ടറിലുള്ളത്. ഫ്രഷ് വാട്ടറിന്റെ എക്സാമ്പിൾ ആണ് കുഞ്ഞുങ്ങളെ സ്പോഞ്ചില്ല. അതേപോലെ ബാക്കിയെല്ലാം നമ്മൾ ജനറൽ ക്യാരക്ടർ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളോ, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സെല്ലുലാർ ലെവൽ, സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ, മോസ്റ്റ്ലി അസിമെട്രി. ചില ആൾക്കാർ റേഡിയൽ സിമെട്രി കാണിക്കുന്നുണ്ട്. ബോഡി ഉണ്ടായിരിക്കുന്നത് 2 പ്രൈമറി ജേം ലെയർ. ഏതാ? എക്ടോഡേം ആൻഡ് എൻഡോഡേം. സോ ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. പിന്നെ ഓർത്തിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഫീച്ചർ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ പോറിഫെറയുടെ മാത്രം വീഡിയോസ് ഇട്ടുണ്ട്, അത് നോക്കുക കേട്ടല്ലോ. അത് മാത്രം ഞാൻ ബ്ലാക്ക് ബോർഡിൽ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്, എന്നാലും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക. ഓസ്റ്റിയ, വാട്ടർ കനാൽ, സ്പോഞ്ചോസീൽ, ഓസ്കുലം. ഈ വാക്കുകൾ കണ്ടോ ഉറപ്പിച്ചേക്കണം. റിവേഴ്സ് ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കുക. അതായത് ഒരു ഫൈലത്തിന്റെ ക്യാരക്ടർ തരുന്നു, അതിൽ നിന്ന് ഫൈലം ഏതാന്ന് അറിഞ്ഞിരിക്കുക, ഫൈലത്തിന്റെ പേര് എഴുതുക, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സാമ്പിൾസ് എഴുതാൻ ചോദിക്കും. ഓക്കെ, അപ്പം ബോഡി ഹാസ് സെവറൽ പോർസ് നോൺ ആസ് ഓസ്റ്റിയ. ബോഡി ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസീൽ.
സ്പോഞ്ചോസീൽ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിങ്സിന് പറയുന്ന പേരാ കുഞ്ഞുങ്ങളെ. ആന്റീരിയർ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഓസ്കുലം. നോട്ട് ഓപ്പണിങ്സ്, എ സിംഗിൾ ആന്റീരിയർ ഓപ്പണിംഗ് കോൾഡ് ഓസ്കുലം. ബോഡിയിൽ കാണപ്പെടുന്ന ഒരുപാട് സുഷിരങ്ങൾ, അതാണ് ഓസ്റ്റിയ. അതിൽ നിന്ന് കിട്ടിയ പേരാണ് പോറിഫറ. പിന്നെ ഓരോ ഓസ്റ്റിയവും സ്പോഞ്ചോസീലിലേക്ക് ലീഡ് ചെയ്യുന്ന കനാലിന് പറയുന്ന പേരാണ് വാട്ടർ കനാൽ. വെള്ളവും അതേപോലെ തന്നെ വെള്ളത്തോടൊപ്പം ഫുഡും ഓക്സിജനും ഓസ്റ്റിയക്കകത്തൂടെ കയറി വാട്ടർ കനാലിനകത്ത് എത്തി സ്പോഞ്ചോസീലിൽ നിന്ന് ഓസ്കുലത്തിലേക്ക് പോകുമ്പോഴേക്കും അവരുടെ ബോഡി ഓക്സിജനെ പിടിച്ചെടുത്ത് തിരിച്ച് കാർബൺ ഡയോക്സൈഡിനെ കൊടുക്കും, ഫുഡിനെ പിടിച്ചെടുത്ത് തിരിച്ച് വേസ്റ്റിനെ കൊടുക്കും. മനസ്സിലായല്ലോ? അത് ഓർത്തിരിക്കുക, ഓസ്റ്റിയ. പിന്നെ കൊയനോസൈറ്റ്സ് ഓർ ഫ്ലജലേറ്റഡ് കോളർ സെൽസ് എന്ന് പറയും. അത് ഇവിടെ കാണപ്പെടുന്നുണ്ട്, പോറിഫറയിൽ കാണപ്പെടുന്നുണ്ട്. അതാണ് വാട്ടർ കനാലിനെയും സ്പോഞ്ചോസീലിനെയും ലൈൻ ചെയ്ത് കാണപ്പെടുന്നത്. എൻഡോസ്കെൽട്ടൺ ബോഡിയെ സപ്പോർട്ട് ചെയ്ത് കാൽക്കേരിയസ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള സ്പിക്യൂൾസ് കാണപ്പെടും. നമ്മുടെ എല്ലുകൾ പോലെയുള്ള സ്ട്രക്ചറാണ് സ്പിക്യൂൾ. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില നാരുകളും ബോഡിയെ സപ്പോർട്ട് ചെയ്യും. അതാണ് കുഞ്ഞുങ്ങളെ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ഡൈജഷൻ അതൊരു എക്സെപ്ഷണൽ കേസാണ്. നമുക്കും ബാക്കി അഡ്വാൻസ്ഡ് ആനിമൽസിന്റെ ഒക്കെ ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ അല്ല, എക്സ്ട്രാ സെല്ലുലാർ ആണ്. ബോഡിക്ക് അകത്ത്, പക്ഷെ സെല്ലിന് വെളിയിലായിട്ട് നടക്കും. പക്ഷെ ഇവർക്ക് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ പ്രോപ്പർട്ടിയാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അത് മറക്കരുത്. ദേ ഷോ എർമാഫ്രോഡൈറ്റിസം. എന്താ എർമാഫ്രോഡൈറ്റിസം? മറക്കരുത്. സെക്സസ് ആർ യുണൈറ്റ്. എർമാഫ്രോഡൈറ്റിസം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, സെക്സസ് ആർ യുണൈറ്റ്. അത്തരം ആൾക്കാരെ എർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബൈസെക്ഷൽസ് എന്ന് പറയും. എർമാഫ്രോഡൈറ്റിസത്തിന് മറ്റൊരു പേരുണ്ട്, മൊണീഷ്യസ് കണ്ടീഷൻ എന്നും പറയും. മൊണീഷ്യസ് കണ്ടീഷൻ മറക്കല്ല. ആ പേരുകളൊക്കെ ഓർത്തിരിക്കുക. ഇവിടെ പറയുമ്പോൾ തന്നെ ഓർക്കുക, പോറിഫറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിയൽമിന്തസ്. അവർ 4 പേരും എർമാഫ്രോഡൈറ്റ്സ് ആണ്. സെക്സസ് ആർ യുണൈറ്റ്. ആൺപെൺ വ്യത്യാസം ഇല്ല. ബോത്ത് അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബഡിങ് വഴിയും ഫ്രാഗ്മെന്റേഷൻ വഴിയും നടക്കും. ഫ്രാഗ്മെന്റേഷൻ വഴി നടക്കാൻ കാരണം ഇവർക്ക് മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്, ദ കപ്പാസിറ്റി ഫോർ റീജനറേഷൻ. എന്താ റീജനറേഷൻ? നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങളെ വീണ്ടും ഉണ്ടാക്കാനുള്ള കഴിവാണ് റീജനറേഷൻ. അത് പോറിഫറയിൽ കാണപ്പെടുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ആരിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഇറ്റ് ഈസ് ബൈ ദ ഫ്യൂഷൻ ഓഫ് സ്പെർം ആൻഡ് ഓവം. ഫെർലൈസേഷൻ വെള്ളത്തിൽ കാണപ്പെട്ടിട്ടും ഇന്റേണൽ ഫെർലൈസേഷൻ കാണിക്കുന്ന വളരെ അപൂർവം ചില ജീവികളിൽ ഒന്നാണ് സ്പോഞ്ചസ്. വെള്ളത്തിലാണോ? സാധാരണ എല്ലാവരും എക്സ്റ്റേണൽ ആയിരിക്കും ഇവര്. ഇന്റേണൽ ഫെർലൈസേഷൻ. അതുപോലെ ലാർവൽ സ്റ്റേജോട് കൂടിയ ഡെവലപ്മെന്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്ട് ഡെവലപ്മെന്റ്. 3 എക്സാമ്പിൾ ആണ് സൈക്കൺ, സ്പോഞ്ചില്ല ആൻഡ് യൂസ്പോഞ്ചിയ. സൈക്കൺ ഓർ നോൺ ആസ് സ്കൈഫ. സ്പോഞ്ചില്ല ആണ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യൂസ്പോഞ്ചിയ ആണ് ബാത്ത് സ്പോഞ്ച്. പടങ്ങൾ നോക്കുക. ആദ്യത്തത് സൈക്കൺ, ബി തന്നിരിക്കുന്നത് യൂസ്പോഞ്ചിയ, സി ആണ് സ്പോഞ്ചില്ല. സ്പോഞ്ചിലേക്കൊക്കെ കണ്ടോ ശരിക്കും പക്ക അസിമെട്രിക് ആയിട്ടാണ് ബോഡി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഫൈലത്തിലേക്ക് നമുക്ക് കയറാം. അപ്പൊ ഇത് ഓരോ ക്യാരക്ടർ നോക്കുക. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുള്ളവര് യൂട്യൂബിലെ പ്രീവിയസ് വീഡിയോസിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് ഇത് ഓരോ ഫൈലം വൈസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ചെറിയൊരു സമയത്ത് അത്രയും പോകാൻ പറ്റില്ല. അപ്പം ടെക്സ്റ്റ് നോക്കുക, ഈ ക്യാരക്ടേഴ്സ് പഠിക്കുക. അടുത്ത നിഡേറിയ. പഴയ പേരാണ് ശരിക്കും സീലൻഡ്രേറ്റ. കാര്യം ബോഡി ക്യാവിറ്റിയുടെ പേരാണ് സീലൻഡ്രോൺ. നിഡേറിയം സീലൻഡ്രേറ്റ്സ് ആണ്, ടീനോഫോറൈൻ സീലൻഡ്രേറ്റ്സ് ആണ്. പക്ഷെ വ്യത്യാസം, ദീസ് ആർ സീലൻഡ്രേറ്റ്സ് വിത്ത് നിഡോബ്ലാസ്റ്റ് ഓർ സ്റ്റിങ്ങിൻ സെൽ. നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിങ്ങിൻ സെൽ ഉള്ള ആൾക്കാരാണ് നിഡേറിയ. ടീനോഫോറ എന്ന് പറയുമ്പോൾ ദേ ആർ സീലൻഡ്രേറ്റ്സ് വിത്തൗട്ട് എ നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിങ്ങിൻ സെൽ എന്താന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ മോസ്റ്റ്ലി മറൈൻ, ഭൂരിഭാഗം ആൾക്കാരും കടൽ വെള്ളത്തിൽ കാണപ്പെടും. വളരെ കുറച്ച് ആൾക്കാർ ഫ്രഷ് വാട്ടറിൽ കാണും. ഫ്രഷ് വാട്ടറിൽ കാണുന്നതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്ര. സെസൈൽ അറ്റാച്ച്ഡ് ഉണ്ട്, ഫ്രീ സ്വിമ്മിംഗ് ഉണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട്, സോളിറ്ററി ഉണ്ട്, പിന്നെ കൊളോണിയൽ കൂട്ടമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ജനറൽ ക്യാരക്ടർ നമ്മൾ പഠിച്ചു. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ, റേഡിയൽ സിമെട്രി, അതുപോലെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ബോഡി ക്യാവിറ്റിയുടെ പേരാണ് സീലൻഡ്രോൺ വിത്ത് മൗത്ത് ഓൺ ഹൈപ്പോസ്റ്റോം റീജിയൻ. അത് അറിയുന്ന കാര്യമാണ്. അതായത് ബോഡി ക്യാവിറ്റി ഇതേപോലെ കാണും. ഇതിന്റെ പേരാണ് സീലൻഡ്രോൺ ഓർ ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി വിത്ത് മൗത്ത് ഓൺ ഹൈപ്പോസ്റ്റോം റീജിയൻ. ഈ മൗത്തിന് ചുറ്റും എന്ത് കാണപ്പെടും? ഇഷ്ടം പോലെ ടെന്റക്കിൾസ് കാണും. ടെന്റക്കിൾസിനകത്തും ആരുണ്ട്? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിങ്ങിൻ സെൽസ് കാണപ്പെടും. കണ്ടോ? അപ്പം ഈ നിഡോബ്ലാസ്റ്റ് എന്തിനു സഹായിക്കുന്നുണ്ട്? നിഡോബ്ലാസ്റ്റും ടെന്റക്കിൾസും ബോഡി ഡിഫൻസ്,
ഫുഡ് ക്യാപ്ചർ, ആങ്കറേജ് ഇതിനെല്ലാം സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഇവിടെ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ സെൽ. രണ്ട് തരം ബോഡി ഫോംസ് ആണ് മക്കളെ ഉള്ളത്, ഒന്ന് പോളിപ്പും പിന്നൊന്ന് മെഡൂസ. മനസ്സിലായല്ലോ? they have two types of body form. പോളിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ഈ ഷേപ്പ് വരുന്നതാണ് പോളിപ്പ്. മെഡൂസ എന്ന് പറയുമ്പോൾ ഏകദേശം കൊട പോലെ വരും. അപ്പൊ ഇത് സിലിണ്ടറിക്കൽ, ഇത് അംബല്ല ഷേപ്ഡ്. ഇത് അറ്റാച്ച്ഡ് ആണ്, പോളിപ്പ് അറ്റാച്ച്ഡ് ആണ്. പക്ഷെ ഇവരോ കൊട പോലെ കാണപ്പെടും. ഇവർ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും, സ്വിം ചെയ്യുന്ന ആൾക്കാരാണ്. ഇവര് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുമാര് പോളിപ്പ്, മെഡൂസ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തും. വളരെ അപൂർവമായി ചില ആൾക്കാരിൽ പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി മെഡൂസനെ ഉണ്ടാക്കും, മെഡൂസ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി തിരിച്ച് പോളിപ്പിനെ ഉണ്ടാക്കും. ആ ഫിനോമിനെ പറയുന്ന പേരാണ് ഏത്? alternation of generation or metagenesis. A polyp alternates with a medusa or vice versa. ആ കണ്ടീഷൻ ആണ് alternation of generation or metagenesis. ഒരുപാട് വട്ടം ചോദിച്ചുള്ളതാണ്. അത് കാണിക്കുന്ന ജീവിക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ ഒബീലിയ. ഡൈജഷൻ സെല്ലിനകത്ത് വെച്ച് നടക്കും, ഇൻട്രാ സെല്ലുലാർ, എക്സ്ട്രാ സെല്ലുലാർ ഉണ്ട്. വെള്ളത്തിൽ കാണപ്പെടുന്നവരാണ് പക്ക ജലജീവികളെ പോലെ. ഫെർലൈസേഷൻ takes place outside the body known as external fertilization. ഇവിടെയും ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്റർ അനാലിസിസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോന്നിന്റെ ലാർവ. ഇവിടെ ലാർവയുടെ പേരാണ് പ്ലാനുല. കമ്പൽസറി ഇല്ല, NCERT ഇല്ലാത്തതുകൊണ്ട് പബ്ലിക് എക്സാമിന് ചോദിക്കില്ല, എൻട്രൻസിന് വേണം. കണ്ടോ? ഇതാണ് പോളിപ്പും മെഡൂസും തന്നിരിക്കുന്നത്. ഇത് മെഡൂസ, ഇത് പോളിപ്പ്. കണ്ടോ? ഇവർ തമ്മിൽ ഇങ്ങനെ ഒന്നടവിട്ട് പോളിപ്പ് മെഡൂസനെ ഉണ്ടാക്കുന്നു, മെഡൂസ പോളിപ്പിനെ ഉണ്ടാക്കുന്നതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റാജെൻസിസ്. ഇതിൽ നോക്കിയ ഓരോ ഫോമിനും എക്സാമ്പിൾ. പോളിപ്പ് ഫോമിന് എക്സാമ്പിൾ ആണ് കുഞ്ഞുങ്ങളെ ഹൈഡ്ര, അതേപോലെ അഡംസിയ, സി അനിമോൺ, അതുപോലെ കോറൽസ്. ഇവരെല്ലാം എന്തിന് എക്സാമ്പിളാ? ഈ പോളിപ്പ് ഫോമിന് എക്സാമ്പിൾ ആണെങ്കിൽ ഇവർക്ക് എക്സാമ്പിൾ ആണ്. മെഡൂസ ഫോമിന് എക്സാമ്പിൾ ആണ് ഒറീലിയ എന്ന് വിളിക്കപ്പെടുന്ന ജെല്ലി ഫിഷ്, ഒറീലിയ ജെല്ലി ഫിഷ്. പിന്നെ വേറൊന്ന് ഫൈസാലിയ. പഠിച്ചോണം എങ്ങനെ കോമൺ നെയിം വരുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൈസാലിയ is known as Portuguese man of war or known as blue bottle. ഒറീലിയ ആണ് കുഞ്ഞുങ്ങളെ ജെല്ലി ഫിഷ്. അഡംസിയ എന്ന് വിളിക്കുന്ന സീ അനിമോണിന്റെ വേറൊരു ചെല്ലപ്പേരാണ് സീ ഫ്ലവർ. കോറൽസ് 3 ടൈപ്പ് പഠിപ്പിച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്ന് മിയാൻഡ്രിന ഓർ ബ്രെയിൻ കോറൽ. വീഡിയോ ഈ ചാനലിനകത്ത് തന്നെ ഉണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഡീറ്റെയിൽ എക്സാമ്പിൾ സഹിതം തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം ഡിസ്കസ് ചെയ്ത് പടം കാണിക്കാനുള്ള ഗ്യാപ്പ് ഇല്ല. പിന്നെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ് പെന്നാറ്റുല ഓർ സീ പെൻ. എന്തുകൊണ്ടാണ് പേര് വന്നതെന്നൊക്കെ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊന്നാണ് ഗോർഗോണിയ അഥവാ സീ ഫാൻ. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാ? മറക്കരുത്, മാറിപ്പോയത് കോറൽസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണ്? എക്സാമ്പിൾ കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വേറൊരു അഡീഷണൽ എക്സാമ്പിൾ ആണ് ഒബീലിയ. ഒബീലിയ യൂഷ്വലി ഈസ് സീൻ ആസ് കോളനി, സോ ദേ ആർ ടേംഡ് ആസ് ഒബീലിയ കോളനി. സോ ഇതാണ് ആ നിഡോബ്ലാസ്റ്റിന്റെ പടം, കണ്ടല്ലോ, ഓർ സ്ട്രിങ്ങിൻ സെൽ. ഇത് വെച്ചിട്ടാണ് ഇവർ ശത്രുവിനെ കുത്തി ഓടിക്കുന്നത്. എന്താ? ബോഡി ഡിഫൻസ്. പിന്നെ ഇതേ ചെറിയ ഡോസ് കുത്തിവെക്കും വിഷം, സ്റ്റൺ ദ പ്രേ. അതുകൊണ്ടാണ് വിറ്റാലിസിൻ ഫുഡ് ക്യാപ്ചർ പറഞ്ഞത്. പിന്നെ എവിടെയെങ്കിലും സ്റ്റേബിൾ ആയിട്ട് നങ്കൂരിട്ട് നിൽക്കാൻ സഹായിക്കും, അതാണ് ആങ്കറേജ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അടുത്ത ഫൈലം ടീനോഫോറ. പേരിനകത്ത് തന്നെ ഉണ്ട്. ടീനോസ് മീൻസ് കോംബ്, ഫെറൈൻ മീൻസ് വൈക്കിയ. Body has 8 rows of ciliated comb plates that helps in swimming. So they are known as comb jellies or sea walnuts. Exclusively marine. കടൽ വെള്ളത്തിൽ മാത്രം കാണപ്പെടും. ഫ്രീ ലിവിംഗ് ആനിമൽസ് ആണ്. മറ്റേ ക്യാരക്ടറുള്ള നിഡേറിയ പോലെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ, റേഡിയലി സിമെട്രിക് ആനിമൽസ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ. ഒന്ന് ഇതും ഒന്ന് ബയോലൂമിനിസെൻസ്. They have 8 ciliated rows of comb plates that helps in locomotion. സഞ്ചരിക്കാൻ സഹായിക്കും. എക്സാമ്പിൾ ഞാനൊരു ഒറിജിനൽ ഡയഗ്രാം ഇട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ. പുസ്തകത്തിലെ ഡയഗ്രാം ഓർത്തിരിക്കുക, കാര്യം അതേ പരീക്ഷയ്ക്ക് ചോദിക്കും, പക്ഷെ അതൊരു പൊട്ട ഡയഗ്രാമാണ്. ബയോലൂമിനിസൻസ് എന്ന് പറയുമ്പോൾ എബിലിറ്റി ഓഫ് ആൻ ഓർഗാൻസം ടു എമിറ്റ് ലൈറ്റ്. മിന്നാമിന്നിയൊക്കെ ചെയ്യുന്നത് പോലെ ഇവർക്കും ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവരും സെക്സസ് യുണൈറ്റ് ആണ്. അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യം. ഫെർലൈസേഷൻ ഇന്റേണൽ ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോറി, ഫെർലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. മറക്കണ്ട, എക്സ്റ്റേണൽ ഫെർലൈസേഷൻ ആണ് കേട്ടോ. ബാഹ്യ ബീജ സംയോഗമാണുള്ളത്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഒരു ലാർവ ഉണ്ട്, ലാർവയുടെ പേരാണ് സിഡിപ്പിഡ് ലാർവ. ജസ്റ്റ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഓർത്തിരിക്കുക. പടം
അറിയാലോ എക്സാമ്പിൾസ്. ഒന്ന് പ്ലൂറോബ്രാക്കിയ, പിന്നൊന്ന് ടീനോപ്ലാന. കണ്ടോ, ടീനോഫോറയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് NCERT ഈ ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. 2 എക്സാമ്പിൾ, ഒന്ന് ടീനോപ്ലാന, വേറൊരാള് പ്ലൂറോബ്രാക്കിയ. കണ്ടോ, ഈ ഒറിജിനൽ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 1 2 3 4 അപ്പുറത്തും 4 കാണും. അങ്ങനെ 8 റോസ് ഓഫ് കോംബോ പ്ലേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കോംബോ പ്ലേറ്റ്സിൽ കണ്ടോ കാണാൻ ഇതേപോലെ സിലിയ കാണും. അത് ഉപയോഗിച്ചാണ് അവർ ലോക്കോമോഷൻ നടത്തുന്നത്. നെക്സ്റ്റ് ഫൈലം ഈസ് പ്ലാറ്റിഹെൽമിന്തസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ബോഡി ഈസ് ഡോർസോവെൻട്രലി ഫ്ലാറ്റൻ ലൈക്ക് എ ലീഫ്. ശരീരം ഇല പോലെ പരന്നിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് എന്ത് പേര് കിട്ടിയത്? ഫ്ലാറ്റ് വേംസ് എന്ന പേര് കിട്ടിയത്. കണ്ടോ, ഹെൻസ് ദ നെയിം ഫ്ലാറ്റ് വേംസ്. ഭൂരിഭാഗം ആൾക്കാരും എൻഡോപാരസൈറ്റ്സ് ആണ്. What is meant by endoparasites? ശരീരത്തിന് അകത്ത് കാണപ്പെടുന്ന പാരസൈറ്റ്സ്. സം ആർ ഫ്രീ ലിവിങ്. ഫ്രീ ലിവിങ് വളരെ ചുരുക്കം ആൾക്കാരാണ്. പ്ലനേറിയ പോലെയുള്ള ആൾക്കാരാണ് ഫ്രീ ലിവിങ്. പ്ലനേറിയ ഇതേപോലെ ഉണ്ടാകും, ഡുജീഷ്യ എന്നും വിളിക്കും. അറിയാലോ, ഏറ്റവും കൂടുതൽ റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ജീവി അതാണ് പ്ലനേറിയ. അപ്പൊ ഇവരെ നമ്മൾ ബോഡി 3 കഷ്ണമാക്കിയാൽ ഈ 3 കഷ്ണവും 3 പുതിയ പ്ലനേറിയ ആയിട്ട് മാറും. ആ കഴിവാണ് റീജനറേഷൻ. പറയേണ്ട കാര്യമില്ല. ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഏക ഫൈലം. ആദ്യമായിട്ട് ബൈലാട്രൽ സിമെട്രി കാണിക്കുന്ന ആൾക്കാർ മറക്കരുത്. ബൈലാട്രൽ സിമെട്രി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിമെട്രി. ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻടു 2 ഈക്വൽ ഹാർസ് ത്രൂ എ സിംഗിൾ പ്ലെയിൻ. അറിയാലോ, അത് ആദ്യമായിട്ട് കാണിക്കുന്നവർ എസീലമേറ്റ് ആനിമൽസ് ആണ്. അതുപോലെ ആദ്യമായിട്ട് ട്രിപ്ലോബ്ലാസ്റ്റിക്. ബാക്കിയുള്ളവരൊക്കെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് വിത്ത് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. ഈ 3 ടേം ചോദിച്ചിട്ടുണ്ട്. നെയിം എ ഫൈലം which show bilateral symmetry, triploblastic condition and acyclovir condition. അതുവരെ മാത്രമേ ഉള്ളൂ. അതുപോലെ എന്താ, hooks and suckers are present in parasitic form. പാരസിറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ ടേപ്പ് വർമിന്റെ തല നമ്മൾ എല്ലാവരും ചെയ്ത് നോക്കിയാൽ ആ തലയ്ക്കകത്ത് എന്തുണ്ടാവും? ഇതേപോലെ ഉക്ക് കാണും. മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ സക്കർ 4 എങ്കിലും മിനിമം കാണും. കണ്ടോ, 4 സൈഡിലായിട്ട് 4 സക്കർ കാണും. എന്തിനാ? ആ ഹോസ്റ്റ് ബോഡിയിൽ അറ്റാച്ച് ചെയ്യാം. ചില പാരസൈറ്റ്സിന് ഡയറക്ട്ലി ബോഡി സർഫസിലൂടെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഇവിടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് മക്കളെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫ്ലെയിം സെൽസ് അഥവാ പ്രോട്ടോനെഫ്രീഡിയ. അതാണ് എക്സ്ക്രീഷനും ഫ്ലൂയിഡ് അയണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓസ്മോ റെഗുലേഷൻ. അതിന് സഹായിക്കും. സെക്സസ് ആർ യുണൈറ്റ്, ആൺ പെൺ വ്യത്യാസമില്ല. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. കേട്ടല്ലോ, ലാർവൽ സ്റ്റേജോട് കൂടിയ ഡെവലപ്മെന്റ് ആണ്. ഫെർലൈസേഷൻ ബോഡിക്ക് അകത്ത് വെച്ച് നടക്കും. സോ ഇന്റേണൽ ഫെർലൈസേഷൻ. പ്ലനേറിയ ഷോസ് റീജനറേഷൻ. പറഞ്ഞ കാര്യമാണ്. എക്സാമ്പിൾ ടീനിയ സോളിയം ഓർ നോൺ ആസ് പോർക്ക് ടേപ്പ് വേം. NCERT ടീനിയ എന്ന് മാത്രമേ ഉള്ളൂ. ഫെസിയോള ഹെപ്പാറ്റിക്ക അതാണ് ലിവർ ഫ്ലൂക്ക്. ഓർമ്മയുണ്ടല്ലോ, ലിവർ റോഡ് ഡിസീസ് ഉണ്ടാക്കും ഷീപ്പിനകത്ത്. ഹെൻസ് ദ നെയിം ലിവർ ഫ്ലൂക്ക്. മറ്റത് ടീനിയ സോളിയം പോർക്ക് ടേപ്പ് വേം എന്ന് പറയും. അറിയാമല്ലോ, ഡൈജന്റിക് പാരസൈറ്റ് ആണ്. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് സിംഗിൾ ഓസ്റ്റിലാണെങ്കിൽ മോണോജന്റിക് പാരസൈറ്റ്, 2 ഓസ്റ്റിലാണെങ്കിൽ ഡൈജന്റിക് പാരസൈറ്റ്. ഇത് ടേപ്പ് വേം, ഇത് ലിവർ ഫ്ലൂക്ക്. ഈ കാണിച്ചിരിക്കുന്നത് ടേപ്പ് വേം, നാടവീര. അവർക്ക് സെഗ്മെന്റേഷൻ കാണുന്നത് പോലെ തോന്നും, പക്ഷെ ഇത് സ്യൂഡോ സെഗ്മെന്റേഷൻ ആണ്, അഥവാ ഫോൾ സെഗ്മെന്റേഷൻ. ഇതിനകത്ത് ഇത് നിങ്ങൾക്ക് റെക്കോർഡിൽ വരയ്ക്കാനുള്ളതാണ്. ലിവർ ഫ്ലൂക്ക് വെക്കുന്ന ഒരു സ്പെസിമെൻ ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ആഷെൽമിന്തസ് ഓർ നിമാറ്റെൽമിന്തസ്. ഇവരുടെ ബോഡി മറ്റൊരുത് പ്ലാറ്റിഹെൽമിന്തസിൻ്റെത് ഡോർസോവെൻട്രലി ഫ്ലാറ്റൻ ലൈക്ക് എ ലീഫ് ആണെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. ആസ്കസ് എന്ന് വെച്ചാൽ ക്യാവിറ്റി എന്നാണ്. മനസ്സിലായല്ലോ. അപ്പം ബോഡി റൗണ്ട് ആയിട്ടുള്ള ഒരു ക്യാവിറ്റി പോലെയാണ്. സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ. ഹെൻസ് ദ നെയിം ആഷെൽമിന്തസ്. ഓക്കെ, ബോഡി സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ. ഹെൻസ് ദ നെയിം റൗണ്ട് വേംസ്. ഓക്കെ, ഫ്രീ ലിവിംഗ് ഉണ്ട്, പാരസിറ്റിക് ഉണ്ട്. ഫ്രീ ലിവിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ അക്വാട്ടിക് ഉണ്ട്, ടെറസ്ട്രിയൽ ഉണ്ട്. പാരസിറ്റിക് ആണ്. പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ ബോഡിയിൽ പാരസൈറ്റ്സ് ആയിട്ട് കാണും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടറും ധൈര്യമായിട്ട് പറയാം. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാട്രൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, പക്ഷെ സ്യൂഡം, ട്രൂ സീലം, സീലം സ്യൂഡോസീലമാണ്. ഫാൾസ് സീലമേറ്റ് ആനിമൽ. അപ്പൊ അതെടുത്ത് പറയണം. ഓൺലി ഫൈലം വിത്ത് സ്യൂഡോസീലമേറ്റ് ആനിമൽ. അതായത് മീസോഡേമിൽ നിന്നല്ല ഇവിടെ സീലം ഉണ്ടായിരിക്കുന്നത്. അതാണ് സ്യൂഡോസീലമേറ്റ് ആനിമൽ. പിന്നെ ഇവർക്ക് ആദ്യമായിട്ട് 2 വിത്തിൻ എ 2 ബോഡി പ്ലാൻ, അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ വേറൊരു ക്യാരക്ടർ പറഞ്ഞു. ആദ്യമായിട്ട്
എന്താ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ആൾക്കാർ, മൗത്തും ഏണസും ഉള്ള ആൾക്കാർ, മാത്രമല്ല വിത്ത് മസ്കുലാർ ഫാരിൻസ് ദാറ്റ് എൽസ് ഇൻ പാരസിറ്റിക് മോഡ് ഓഫ് ലൈഫ്. മസ്കുലാർ ഫാരിൻസ് കാണപ്പെടുന്നുണ്ട്. NCERT ബ്ലാക്ക് ആൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് മസ്കുലാർ ഫാരിൻസ്, നോക്കിയിട്ട് പോവാം. എക്സ്ക്രീഷൻ ബൈ ദ ഹെൽപ്പ് ഓഫ് എച്ച് ഷേപ്ഡ് കനാൽ. എക്സ്ക്രീഷൻ സഹായിക്കുന്നത് എച്ച് ഷേപ്ഡ് കനാൽ വിത്ത് എക്സ്ക്രീറ്ററി പോർ ഓൺ ദ ബോഡി സർഫസ്. അതാണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. സെക്സസ് ആർ സെപ്പറേറ്റ്. ആദ്യമായിട്ട് സെപ്പറേറ്റ് സെക്സസ് ഉള്ളവരാണ്. അവരെ ആ കണ്ടീഷന് പറയുന്ന പേരാണ് ഗോണക്കോറിസം ഓർ ഡയേഷ്യസ് കണ്ടീഷൻ. അത്തരം ആൾക്കാരെ നമ്മൾ വിളിക്കും എന്താ? യൂണിസെക്ഷൽ. മറ്റവരെ വിളിച്ചത് ബൈസെക്ഷൽ ആണെങ്കിൽ ഇത് യൂണിസെക്ഷൽ. ദേ ഷോ സെക്ഷൽ ഡൈമോർഫിസം. എന്താ കുഞ്ഞുങ്ങളെ സെക്ഷൽ ഡൈമോർഫിസം? പടം നോക്കിയാൽ നമുക്കറിയാം. ആണിനെയും പെണ്ണിനെയും എക്സ്റ്റേണൽ ഫീച്ചർ കൊണ്ട് തിരിച്ചറിയാം. ഇത് മെയിലിന് നീളക്കുറവ്, ഫീമെയിലിന് നീളം നന്നായിട്ടുണ്ട്. ചുരുക്കി വെച്ചിരിക്കുക NCERT-കാർ. പിന്നെ മെയിലിന്റെ ഒരു അറ്റം കേർവ്ഡ് ആണ്, കണ്ട കേർവ്ഡ് പോസ്റ്റീരിയർ എൻഡ്. ഇവിടെ ഈ അറ്റത്തിൽ അങ്ങനെ ഒരു ചുനുപ്പില്ല. അപ്പൊ അങ്ങനെ ആണിനെയും പെണ്ണിനെയും എക്സ്റ്റേണൽ ഫീച്ചർ വെച്ച് തിരിച്ചറിയാവുന്ന ആ കണ്ടീഷന് പറയുന്ന പേരാ കുഞ്ഞുങ്ങളെ സെക്ഷൽ ഡൈമോർഫിസം. മനസ്സിലായല്ലോ? പിന്നെ ഫെർലൈസേഷൻ ബോഡിക്കകത്താണ് ഇന്റേണൽ ഫെർലൈസേഷൻ. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റും ഉണ്ട്, ഡയറക്റ്റും ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. എക്സാമ്പിൾ ആണ് അസ്കാരിസ്, അസ്കാരിയാസിസ് അഥവാ വിരശല്യം ഉണ്ടാക്കുന്ന അസ്കാരിസ് ഓർ കോമൺ ഹ്യൂമൻ റൗണ്ട് വോം. ഉച്ചറേറിയ ബാൻഗ്രോഫ്റ്റി ഉണ്ട്, ഉച്ചറേറിയ മലായി. രണ്ട് സ്പീഷീസ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കും. ഉച്ചറേറിയ ആണ് ഫൈലേറിയൽ വേം അഥവാ മന്ദവിര. ആംഗിലോസ്റ്റോമ ഡുവോർഡിനൽ, അതിന്റെ പേരാണ് ഏത്? HWK മതി, ഉക്ക് വേം ഓർ നോൺ ആസ് കൊക്കപ്പുഴു. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ ഇതെല്ലാം റൗണ്ട് വേംസ്. ഇതിനു മുമ്പുള്ളവരെല്ലാം ഫ്ലാറ്റ് വേം. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, പടം കാണിച്ചു തന്നു. അടുത്തത് അനലിഡ. അനുലസ് എന്ന് വെച്ചാൽ റിംഗ് എന്നാണ് അർത്ഥം. ഇവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ട്രൂ സെഗ്മെന്റേഷൻ കാണിക്കുന്ന ആദ്യത്തെ ഗ്രൂപ്പ്. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റഡ് വേംസ് ഓർ നോൺ ആസ് അനലിഡ്സ്. അനുലസ് റിംഗ് എന്നാണ് അർത്ഥം. അക്വാട്ടിക് ഉണ്ട്, ടെറസ്ട്രിയൽ ഉണ്ട്, ഫ്രീ ലിവിംഗ് ഉണ്ട്, പാരസിറ്റിക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ മോഡ് ഓഫ് ലൈഫ് ഉള്ള ആൾക്കാരും ഇതിനകത്തുണ്ട്. ആദ്യമായിട്ട് ഒരു സമ്പൂർണ്ണ ആധിപത്യമുള്ള ഒരു ഫൈലം. എല്ലാ അഡ്വാൻസ് ക്യാരക്ടർ വരുന്നുണ്ട്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. അതുപോലെ ആദ്യമായിട്ട് യഥാർത്ഥ സീലം ഉള്ള ആൾക്കാർ. ട്രൂ സീലം എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഫോംഡ് ഫ്രം മീസോഡേം. ഇറ്റ് ഈസ് ലൈൻഡ് വിത്ത് സീലമിക് എപ്പിത്തീലിയം ആൻഡ് ഫിൽഡ് വിത്ത് സീലമിക് ഫ്ലൂയിഡ്. അങ്ങനെ ഒരു പക്കാ സീലമുള്ള ആൾക്കാർ, അതാ ട്രൂ സീലമേറ്റ് ആണ്. ട്രൂ സെഗ്മെന്റേഷൻ ഓർ നോൺ ആസ് മെറ്റാമറിസം. ട്രൂ സെഗ്മെന്റഡ് ആനിമൽ എന്ന് പറയുമ്പോൾ മെറ്റാമറിസം കാണിക്കുന്ന ആൾക്കാരാണ്, മറക്കരുത്. മെറ്റാമറിസം എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അറിയാമല്ലോ. സീറ്റ ആൻഡ് പാരപ്പോഡിയ ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. ലോക്കോമോഷന് സഹായിക്കുന്നത് സീറ്റയും പാരപ്പോഡിയയുമാണ്. സീറ്റ ആരി കാണപ്പെടുമെന്ന് അറിയോ? സീറ്റയാണ്. അനലിഡ എന്ന് പറയുന്ന വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ പിക്ചർ സഹിതം ഉണ്ടാവും. ഞാൻ ഇട്ടിട്ടുണ്ട് പ്രീവിയസ് വീഡിയോ. സീറ്റയാണ് എർത്തുവേമിൽ കാണപ്പെടുന്നത്. പാരപ്പോഡിയ എന്ന് പറയുന്നത് ആരിൽ കാണപ്പെടുന്നതാ? പാരപ്പോഡിയ ഈസ് പ്രസന്റ് ഇൻ നിയറീസ്. മനസ്സിലായല്ലോ? നിയറീസിൽ കാണപ്പെടുന്നതാണ് കുഞ്ഞുങ്ങളെ പാരപ്പോഡിയ. പാരപ്പോഡിയ നീന്താൻ സഹായിക്കും, റെസ്പിറേഷനും സഹായിക്കുന്നുണ്ട്. അതാണ് പാരപ്പോഡിയൽ റെസ്പിറേഷൻ. അപ്പം ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. അത് കൂടാതെ സർക്കുലർ മസിൽസും ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ലോക്കോമോഷന് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ക്ലോസ്ഡ് സർക്കുലേഷൻ ഈസ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ രക്തം ഒഴുകുന്നത് ബ്ലഡ് വെസൽസിലൂടെയാണ്. അതാണ് ക്ലോസ്ഡ് സർക്കുലേഷൻ ഈസ് പ്രസന്റ്. പെയർഡ് നെഫ്രീഡിയ അറിയാമല്ലോ, മണ്ണിരയിലെ വിസർജന അവയം. കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പെയർഡ് നെഫ്രീഡിയ ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. വിസർജനത്തിനും ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്നത് ഒരു ജോഡി നെഫ്രീഡിയ ആണ്. നെർവസ് സിസ്റ്റത്തിനകത്ത് വെൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്പയർ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അനലിഡയും ആർത്രോപോഡയും. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇങ്ങനെ ഓർത്തിരിക്കുക. അനലിഡ്സിനകത്ത് സർക്കംഫാരിഞ്ചൽ നെർവ് റിംഗ്, ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ആൻഡ് സെഗ്മെന്റഡ് ഗാംഗ്ലിയ ആണെങ്കിൽ ആർത്രോപോഡ, കോക്രോച്ചിനകത്ത് ഞാൻ സെക്കൻഡ് വൺ ഷോട്ട് വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അവിടെ ഉള്ളത് സർക്കം ഈസോഫാജിയൽ നെർവ് റിംഗ് ആണ്. വ്യത്യാസതാണ്. സർക്കം ഈസോഫാജിയൽ നെർവ് റിംഗ്, ഡബിൾ വെൻട്രൽ നെർവ് കോഡ്, സെഗ്മെന്റഡ് ഗാംഗ്ലിയ. ഇവിടെ സർക്കം ഫാരിഞ്ചൽ നെർവ് റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ സുപ്ര ഫാരിഞ്ചൽ ഗാംഗ്ലിയ, താഴെ സബ് ഫാരിഞ്ചൽ ഗാംഗ്ലിയ, അവരെ കണക്ട് ചെയ്ത് സർക്കം ഫാരിഞ്ചൽ കണക്റ്റീവ് എല്ലാം കാണപ്പെടും. ഇനി സെഗ്മെന്റഡ് ഗാംഗ്ലിയ കോക്രോച്ചിനും എർത്തുവെമിനും തമ്മിലുള്ള വ്യത്യാസം. എർത്തുവെമിന്റെ സെഗ്മെന്റ് 100 മുതൽ 120 വരെയാണ്. അപ്പൊ ആ സെഗ്മെന്റിലൊക്കെ ഗാംഗ്ലിയ കാണും. കൃത്യമെണ്ണം പറഞ്ഞില്ല. പക്ഷെ കോക്രോച്ചിനകത്ത് സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 9 സെഗ്മെന്റഡ് ഗാംഗ്ലിയ, 3 തൊറാക്സിൽ. ഓർമ്മയുണ്ടല്ലോ, പ്രോതൊറാസിക് ഗാംഗ്ലിയ, മീസോതൊറാസിക് ഗാംഗ്ലിയ, മെറ്റാതൊറാസിക് ഗാംഗ്ലിയ, അറിയാമല്ലോ. പിന്നെ 6 അബ്ഡോമിനൽ ഗാംഗ്ലിയ, 3 + 6 9. ഇവിടെ അങ്ങനെ കൃത്യമായിട്ട് സെഗ്മെന്റഡ് ഗാംഗ്ലിയക്ക് എണ്ണമില്ല എന്നേ ഉള്ളൂ. ബോത്ത് ഡയോഷ്യസ് ആൻഡ് മൊണീഷ്യസ്. ബോത്ത് ഡയോഷ്യസ് ആൻഡ് മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ, ഡയോഷ്യസ് എന്ന് വെച്ചാൽ യൂണിസെക്ഷൽ, അതായത് സെക്സസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡയോഷ്യസ്. ഡയോഷ്യസിന് എക്സാമ്പിൾ ആണ് കുഞ്ഞുങ്ങളെ ആര്? നീറീസ്. മൊണീഷ്യസിന് എക്സാമ്പിൾ മറക്കണ്ട, മണ്ണിര, എർത്ത് വേമും ലീച്ചും ഇപ്പോഴും സെക്സസ് ആർ യുണൈറ്റ്. മൊണീഷ്യസ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ബൈസെക്ഷൽ, 2 സെക്സസും ഒരാളിൽ തന്നെ, അതാണ് മൊണീഷ്യസ്. ഒരാളിൽ മൊണീഷ്യസ്, അറിയാലോ. ഡയോഷ്യസ് എന്ന് പറയുമ്പോൾ യൂണിസെക്ഷൽ, അതായത് ഒരാൾക്ക് ഒരു സെക്സ് ഓർഗൻ, അതായത് രണ്ടാണ്, അതാണ് ഡയോഷ്യസ്, 2 സെക്സ്. ഓക്കെ, അത് നീറീസ്, മറ്റത് എർത്ത് വേം ആൻഡ് ലീച്ച് എടുത്തു പറയുന്നുണ്ട് NCERT-യിൽ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടത്തുന്നത്, അതാണ് ഒരു ക്യാരക്ടർ പറഞ്ഞത്. നീറീസിന്റെ പടം തന്നിട്ടുണ്ട്. എർത്ത് വേമിന്റെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നീറീസ് ആണ് സാൻഡ് വേം. ഇതാണ് ലീച്ച്. ലീച്ച് ബ്ലഡ് സക്കിംഗ് ലീച്ച്, ഇറുഡിനേറിയ ഗ്രാനുലോസ. ഇവരെ നമ്മൾ പറയും ദീസ് ആർ സാംഗിവോർ. വാട്ട് ഈസ് ബൈ സാംഗിവോർ? ബ്ലഡ് സക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാ കുഞ്ഞുങ്ങളെ സാംഗിവോർ. ബ്ലഡ് സക്കിംഗ് ആണ് സാംഗിവോർ, മറക്കരുത്, അറിയാമല്ലോ. ഇറുഡിനേറിയ ഗ്രാനുലോസ റെക്കോർഡിൽ വരയ്ക്കാനുള്ളതാണ്. ഇത് മിക്കവാറും പ്രാക്ടിക്കലിന് വെക്കും. ഒരു മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ആർത്രോപോഡ പേര് സൂചിപ്പിക്കുന്ന പോലെ, അറിയാമല്ലോ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പേര് തന്നിട്ട് ആ ഫൈലത്തിന്റെ ക്യാരക്ടർ ചോദിക്കാം. ആർത്രോസ് എന്ന് വെച്ചാൽ ജോയിന്റ്, പോഡോസ് എന്ന് വെച്ചാൽ ഫുഡ്. പോർ ബെയറിംഗ് ആനിമൽ, porous means pore, fera bearing. Nidaria, coelenterates with nidoblast. Ctenophora, coelenterates with combo plates. Platyhelminthes, flat worm. Ashhelminthes, a round worm. Annelids, annulus, ring, so segmented worm. Arthropoda, arthros, joint. Podos, foot, joint footed animal. Mollusk means soft body. So mollusca, soft bodied animal covered by a hard shell formed of calcium carbonate. So calcareous shell ഉള്ളവർ. Echinodermata, echinus എന്ന് വെച്ചാൽ സ്പൈൻ, ഡെർമിസ് എന്ന് വെച്ചാൽ സ്കിൻ, സ്പൈനി സ്കിൻഡ് ആനിമൽ. എമികോഡേറ്റ, പണ്ട് കോഡേറ്റ ആയിരുന്നു, ഇപ്പൊ കോഡേറ്റ അല്ല. സോ ഹാഫ് കോഡേറ്റ്സ്, എമികോഡേറ്റ. അങ്ങനെയാണ് പേരിന്റെ ആ സാങ്കത്യം. ഓക്കെ, ലാർജസ്റ്റ് ഫൈലം 9 lakh സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കംപ്രൈസസ് അബൌട്ട് 2/3 ഓഫ് ഓൾ നെയിം സ്പീഷീസ്. അതായത് ലോകത്ത് തിരിച്ചറിയപ്പെട്ട എല്ലാ സ്പീഷീസ്, പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാത്തിലും വെച്ച് 3/2 ഭാഗം ആർത്രോപോഡ്സ് ആണ്. അതിനകത്ത് തന്നെ 7.5 ലക്ഷം വരുന്ന ഏറ്റവും വലിയ ക്ലാസ് ആണ് ഏത്? ഇൻസെക്ട, ഷഡ്പദങ്ങൾ വരുന്നത്. എല്ലാ അഡ്വാൻസ് ക്യാരക്ടറും പറഞ്ഞോളൂ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ട്രൂ സീലം ഉള്ളവരാണ്, ട്രൂ സെഗ്മെന്റേഷൻ ഉള്ളവരാണ്. കമ്പയർ ചെയ്ത് പഠിക്കുക. ഇതൊക്കെ തന്നെ മൊളസ്കെ പറയാം, പക്ഷെ ട്രൂ സെഗ്മെന്റേഷൻ എന്ന് പറയരുത്. ബോഡി ഈസ് അൺസെഗ്മെന്റഡ് ഇൻ ദ കേസ് ഓഫ് മൊളസ്ക. കണവ കൈ കിട്ടിയിട്ടുണ്ടല്ലോ, കുഞ്ചിനെ പോലെ ഇങ്ങനെ സെഗ്മെന്റേഷൻ ഉണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ അത് അൺസെഗ്മെന്റഡ് ബോഡി. ഇതാണ് ഈ ഫൈലും അടുത്ത ഫൈലും തമ്മിലുള്ള വ്യത്യാസം, കേട്ടല്ലോ. ഓപ്പൺ സർക്കുലേഷൻ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ കൂടെ ചേർത്ത് ഓർത്തിരിക്കേണ്ട ഒരു ക്യാരക്ടറാണ് വിത്ത് എ ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റി. കോക്രോച്ചിൽ എടുത്ത് പറയേണ്ടത് നോൺ ആസ് ഈമോസീൽ. പിന്നെ ജോയിന്റഡ് അപ്പൻഡേജസ്. ആ ജോയിന്റഡ് അപ്പൻഡേജിൽ നിന്നാണ് ഏത് പേര് കിട്ടിയത്? They obtained the name Arthropoda. പിന്നെ ബോഡി കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെലട്ടൺ. മറ്റോടത്താ ഞാൻ പറഞ്ഞ കാൽക്കേരിയസ് ഷെൽ. കാൽക്കേരിയസ് എക്സോസ്കെലട്ടൺ ആണെങ്കിൽ ഇറ്റ് ഈസ് കൈറ്റിനസ് എക്സോസ്കെലട്ടൺ. കൈറ്റിൻ ബയോമോളിക്യൂൾസിന്റെ വീഡിയോയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാംസ് ഞാൻ ഇടുന്നുണ്ട്. ഇംപ്രൂവ്മെന്റുകാർക്ക് വേണ്ടി പരീക്ഷകൾ നടത്തുന്നുണ്ട്. ആൻസർ കീയും തരാം. അപ്പോൾ ഓരോ മണിക്കൂർ എടുത്ത് എല്ലാ ദിവസവും ഇനി അങ്ങോട്ട് രാവിലെ 9 മണിക്ക്, കേട്ടല്ലോ. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴാണോ കിട്ടുന്നത്, ഇതിപ്പോൾ ആരെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചിട്ട് ഒരു സെൽഫ് അനാലിസിസ് നടത്താനുള്ള എക്സാമാണ്. ആ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും പരീക്ഷ. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഇയേഴ്സിനാണ് കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് കഴിഞ്ഞിട്ട് പരീക്ഷ ആണെന്നത്. ഇതേപോലെ അവർക്ക് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തു, കേട്ടല്ലോ. അത് സുവോളജി അസോസിയേഷൻ കോഴിക്കോട്ട് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ ടീച്ചേഴ്സ് ചോദിച്ചു, ഏതാ ശരിക്കും ആ ക്വസ്റ്റ്യൻ ഇട്ട ആളും ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് ഇട്ട ആളും ഒന്നാണോ എന്ന്. എനിക്കറിയില്ല ആരാന്നുള്ളത്, പക്ഷെ ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിയാൽ നെഗ്ലക്ട് ചെയ്യരുത്.
നന്നായിട്ട് വർക്ക് ചെയ്യുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ. അപ്പോൾ chitinous exoskeleton body is divided into 3 parts, namely head, thorax and abdomen. അത് ഒരുപാട് വട്ടം പറഞ്ഞില്ല, കോക്രോച്ചിന്റെ വീഡിയോയും കാണുക. ബോഡിക്ക് 3 പാർട്സ്, ഹെഡ് ഉണ്ട്, thorax ഉണ്ട്, അതേപോലെ abdomen ഉണ്ട്, 3 ഭാഗം. ഓർമ്മയുണ്ടല്ലോ കോക്രോച്ചിൽ it is formed of, head is formed of 6 fused segments, thorax is formed of 3 segments and in both male and female abdomen is formed of 10 segments. കൂടെ പറഞ്ഞതേ ഉള്ളൂ. റെസ്പിറേഷൻ ഗിൽസ് വഴിയുണ്ട്. ആർക്കാ? ക്രസ്റ്റേഷ്യ, പ്രോൺ ആൻഡ് ക്രാബ്. അവര് അക്വാട്ടിക് ആണ്, ഗിൽസ് വഴി. ബുക്ക് ലെങ്സ് ആണ് സ്പൈഡർ ആൻഡ് സ്കോർപിയോൺ. ഇതിന്റെ ഒരു മിക്സ് ആണ് ഗിൽ ബുക്ക്. കാണപ്പെടുന്നത് മറക്കണ്ട ലിമുലസ്, പ്രത്യേകത കിങ് ക്രാബ്, ഓസ് ഷൂ ക്രാബ് ഓർ നോൺ ആസ് ലിവിംഗ് ഫോസിൽ. ലിവിംഗ് ഫോസിൽ ചോദിച്ചിട്ടുണ്ട്, മറക്കണ്ട കിങ് ക്രാബ്. അവർക്ക് ഗിൽ ബുക്സ് ആണ്. ട്രക്കിയൽ സിസ്റ്റം ആണ് ഇൻസെക്ട്സിനകത്തുള്ളത്, പഠിച്ചിട്ടുള്ളതാണ്. എക്സ്ക്രീഷൻ മാൽപീജിയൻ ട്യൂബ്യൂൾ. ഇൻസെക്ട്സിൽ മാൽപീജിയൻ ട്യൂബ്യൂൾ. എന്തിനാ ഗ്രീൻ ഗ്ലാൻഡ് ഇവിടെ തന്നതെന്ന് ചോദിച്ചാൽ ഇതിന് മറ്റൊരു പേര് പറയും. ഓർമ്മേണ്ട കുഞ്ഞുങ്ങളെ, ആന്റിനൽ ഗ്ലാൻഡ്. ഇത് ഇവിടെ എങ്ങുമല്ല വരുന്നത്. എവിടെയാ? എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ആദ്യത്തെ പേജിൽ 290 പാറ്റേൺ ഓഫ് നൈട്രോജൻ എക്സ്ക്രീഷൻ, അമോണോറ്റെലിസം, യൂറിയോറ്റെലിസം, യൂറിക്കോറ്റെലിസം. അത് കഴിഞ്ഞിട്ട് 291 പേജ്. അതെടുത്തു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ തന്നിരിക്കുന്നത് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് നോൺ കോഡേറ്റ്സ്. അവിടെ എടുത്ത് പറയുന്നുണ്ട് ആന്റിനൽ ഗ്ലാൻഡ് ഓർ ഗ്രീൻ ഗ്ലാൻഡ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ക്രസ്റ്റേഷ്യൻസ് ലൈക്ക് പ്രോൺ ആൻഡ് ക്രാബ്. അപ്പൊ ഞണ്ടിന്റെ കൊഞ്ചിന്റെ ഒക്കെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഗ്രീൻ ഗ്ലാൻഡ് ഓർ ആന്റിനൽ ഗ്ലാൻഡ്, അല്ലെങ്കിൽ കോക്സൽ ഗ്ലാൻഡ് എന്നും പറയും. സെൻസ് ഓർഗൻസ്, അത് കോക്രോച്ചിനകത്ത് ഇതിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെയർഡ് ആന്റിന, ആന്റിന ടു സെൻസ് ദ എൻവയോൺമെന്റ്. പെയർഡ് ഐസ്, ഇറ്റ് മേ ബി എയ്തർ കോമ്പൗണ്ട് ഓർ സിമ്പിൾ. അതുപോലെ ലേബിയൽ പാൽപ്പ് പറഞ്ഞിട്ടുണ്ട്, മാക്സിലറി പാൽപ്പ് പറഞ്ഞിട്ടുണ്ട്, ഏനൽ സർസൈ പറഞ്ഞിട്ടുണ്ട്. കോക്രോച്ച് ഒക്കെ കണ്ടവർക്ക് ഇത് വലിയൊരു പുത്തരിയല്ല. ഇത് ആർത്രോപോഡ. പിന്നെ സ്റ്റാറ്റോസിസ്, അത് അവിടെ പറഞ്ഞില്ല. ഇത് ബാലൻസിങ് ഓർഗൻ ഓഫ് അക്വാട്ടിക് ആർത്രോപോഡ്സ് എന്ന് പറയുമ്പോൾ ക്രസ്റ്റേഷ്യൻ, ചെമ്മീനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അത് അങ്ങോട്ടും ചരിയാതിരിക്കാൻ ബാലൻസ് ചെയ്യുന്ന ഓർഗനാണ് സ്റ്റാറ്റോസിസ്റ്റ്. മറക്കരുത്, സ്റ്റാറ്റോസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മാച്ചിങ് ചോദിച്ചാൽ ബാലൻസിങ് ഓർഗൻ. പിന്നെ മോസ്റ്റ്ലി ഡയോഷ്യസ്, DIOECIOUS കേട്ടോ, സ്പെല്ലിങ്ങിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക്. ഡയോഷ്യസ് എന്ന് പറയുമ്പോൾ സെക്സസ് ആർ സെപ്പറേറ്റ്. മോസ്റ്റ്ലി ഇന്റേണൽ ഫെർലൈസേഷൻ, ടെറസ്ട്രിയൽ ആണ് കൂടുതലും, അതുകൊണ്ട് ഇന്റേണൽ ഫെർലൈസേഷൻ. അക്വാട്ടിക് ആർത്രോപോഡ്സ് എക്സ്റ്റേണൽ ഫെർലൈസേഷൻ, അതായത് കുഞ്ഞും ഞണ്ടും ഒക്കെ എക്സ്റ്റേണൽ ആണ്. മോസ്റ്റ്ലി ഒബിപാരസ്, ഭൂരിഭാഗം ആൾക്കാരും മുട്ടയിടുന്നവരാണ് കേട്ടല്ലോ. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആൾക്കാരുണ്ട്, അതാണ് സ്കോർപിയോൺ, തേള്. പിന്നെ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്. ഒരുമിച്ച് ഒറ്റയടിക്ക് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. കണ്ടോ, അതിനകത്ത് യൂസ്ഫുൾ ആക്ടിവിറ്റി ഉള്ളവരാണ് എപ്പിസ് അഥവാ അണീബി. അണീബി എന്താണെന്ന് അറിയാലോ, തേനീച്ച. ബൊംബിറ്റ്സ് മോറി, അതാണ് സിൽക്ക് വേം. അതും എക്കണോമിക് ഇമ്പോർട്ടൻസ് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അണീബി നമുക്ക് അണി തരും, ബി വാക്സ് തരും. ബൊംബിറ്റ്സ് മോറി സിൽക്ക് വേം സിൽക്ക് തരും. ലാസിഫർ, ലാക്ക് ഇൻസെക്ട്, അതാണ് ഷെല്ലാക്ക് തരുന്നത്. ഷെല്ലാക്ക് അല്ല മക്കളെ, ഷെല്ലാക്ക്. ഷെല്ലാക്ക് എന്ന് വെച്ചാൽ എന്താ? അരക്ക് കിട്ടുന്നത് ഇതിൽ നിന്നാണ്. പിന്നെ ആംഫുളിനകത്ത് നമുക്ക് പറയാം വെക്ടേഴ്സ്. അറിയാലോ, പല രോഗത്തെയും പരത്തുന്ന ആൾക്കാർ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ക്യൂലസ് മോസ്കിറ്റോ, ഏഡിസ് മോസ്കിറ്റോ. അനോഫിലസ് ആണ് മന്ദല്ല, മറക്കണ്ട, മലമ്പനി പരത്തുന്നത്. ക്യൂലസ് ആണ് മന്ത് പരത്തുന്നത്. ഏഡിസ് ആണ് ഡെങ്കു, ചിക്കുൻഗുനിയ അതൊക്കെ പരത്തുന്നത്. അറിയാമല്ലോ. ഗ്രിഗേറിയസ് പെസ്റ്റ്, കൂട്ടത്തോടെ വന്നിട്ട് വിളവ് നശിപ്പിക്കുന്ന ആളാണ് ലോക്കസ്റ്റ് ആർ ലോക്കസ്റ്റ്. പടം കാണിച്ചു തരാൻ. ലോക്കസ്റ്റ് ഡയഗ്രാം വരുന്നുണ്ട്. ദിസ് വൺ ഈസ് ലോക്കസ്റ്റ്. ഉണ്ടോ? പിന്നെ ബട്ടർഫ്ലൈ കോമൺ എക്സാമ്പിൾ ആണ്. ബട്ടർഫ്ലൈ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും. പിന്നെ സ്കോർപിയോൺ ഉണ്ടോ? പിന്നെ അതേപോലെ പ്രോൺ ഉണ്ടോ? ഗ്രിഗേറിയസ് പെസ്റ്റ് മറക്കരുത്, ചോദിച്ചിട്ടുണ്ട്. ലോക്കസ്റ്റ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ലിവിംഗ് ഫോസിലാണ് കിങ് ക്രാബ് ഓർ ലിമുലസ് ഓർ ഓസ് ഷൂ ക്രാബ്. അതിന്റെ കാരപ്പേസ് കുതിരലാടത്തിനെ റിസംബിൾ ചെയ്യും. ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്പൈനസ് സ്ട്രക്ചർ ഇങ്ങനെ കാണും. സോ ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഓസ് ഷൂ ക്രാബ്. ഓർമ്മയുണ്ടല്ലോ കേട്ടല്ലോ. അത് ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇത് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ കേൾക്കുക. ഞാൻ ഇത് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബോഡിയുടെ 3 പാർട്സ്, കൈറ്റിനസ് എക്സോസ്കെൽട്ടൺ, പിന്നെ അതേപോലെ തന്നെ അപ്പൻഡേജ് പറയണ്ടല്ലോ, ജോയിന്റഡ് അപ്പൻഡേജ്, പിന്നെ റെസ്പിറേഷനും എക്സ്ക്രീഷൻ, അതൊക്കെ ഏതൊക്കെയാന്നുള്ളത് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. അടുത്തത് മൊളുസ്ക, സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം, ഏകദേശം 85,000 സ്പീഷീസ് ഉണ്ടല്ലോ, അതാണ് മൊളുസ്ക. പിന്നെ മോസ്റ്റ്ലി അക്വാട്ടിക്, വളരെ കുറച്ച് ആൾക്കാരെ ടെറസ്ട്രിയൽ ഉള്ളൂ. ഏതാ? ലാൻഡ് സ്നെയിൽ, ഒച്ചുണ്ടല്ലോ, അത് ടെറസ്ട്രിയൽ ആണ്.
Organ system level of organization, bilateral symmetry, triploblastic. നേരത്തെ കമ്പയർ ചെയ്ത് പറഞ്ഞ ആർത്രോപോഡ. ട്രൂ സീലം പക്ഷെ സോഫ്റ്റ് ആണ്, ബോഡി അൺസെഗ്മെന്റഡ് ആണ്. കണ്ടോ, ആർത്രോപോഡ ആയിട്ടുള്ള മേജർ ഡിഫറൻസ് ഇതാണ്. അവിടെ ട്രൂ സീലം ആൻഡ് ട്രൂ സെഗ്മെന്റേഷൻ പറഞ്ഞു. ഇവിടെ ട്രൂ സീലം ബട്ട് ബോഡി സോഫ്റ്റ് ആൻഡ് അൺസെഗ്മെന്റഡ്. കവേർഡ് ബൈ, ബോഡി അൺസെഗ്മെന്റഡ് ആണ്, സോഫ്റ്റ് ആണ്, വളരെ മൃദുവായ ബോഡിയാണ്. സോ ഇറ്റ് ഈസ് കവേർഡ് ബൈ എ ഹാർഡ് ഷെൽ ഫോംഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. ഓപ്പൺ സർക്കുലേഷൻ ആണ്. അപ്പൊ ഇവിടെ ഇമോസിൽ പറയാം. അവിടെ ബോഡി 3 parts, ഹെഡ്, thorax ആൻഡ് അബ്ഡമൻ. ഇവിടെ 3 parts, ഹെഡ്, വിസ്ലംബ് ആൻഡ് ഫുട്ട്. ഇനി വരുന്ന എമിക്കോഡൈറ്റോയിൽ 3 parts, പ്രൊബോസിസ്, കോളർ ആൻഡ് ലോങ് ട്രങ്ക്. മറക്കരുത്. വിസ്ലംബിനെ കവർ ചെയ്ത് ഒരു സ്കിൻ പോലത്തെ സ്ട്രക്ചർ കാണും, അതാണ് മാൻഡിൽ. മാൻഡിൽ ഉൾക്കൊള്ളുന്ന ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാ മാൻഡിൽ ക്യാവിറ്റി. ഓക്കെ. പിന്നെ മാൻഡിൽ ക്യാവിറ്റിക്കകത്ത് കാണപ്പെടുന്ന ഫെദർ ലൈക്ക് ഗിൽസ് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് റെസ്പിറേഷനും പിന്നെ ഒന്ന് എക്സ്ക്രീഷനും സഹായിക്കും. അപ്പൊ മറക്കരുത്, ഗിൽസ് വഴിയാണ് റെസ്പിറേഷൻ ആസ് വെൽ ആസ് എക്സ്ക്രീഷൻ. ഗിൽസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ മാൻഡിൽ ക്യാവിറ്റി. ഫെദർ ലൈക്ക് ഗിൽസ് ആണ് കാണപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടർ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ദിസ് വൺ വെരി വെരി ഇമ്പോർട്ടന്റ്. ഏതാ? പ്രസൻസ് ഓഫ് റാഡുല. വായിക്കകത്ത് ഒരു ഫയൽ പോലെ, അരം പോലെ ഒരു റാസ്പിംഗ് ഓർഗൻ, കട്ടിംഗ് ഡിവൈസ് കാണപ്പെടും ഫുഡിനെ കഴിക്കാൻ വേണ്ടി. അതിന് പറയുന്ന പേരാ കുഞ്ഞുങ്ങളെ റാഡുല. തലയിൽ സെൻസറി ടെൻഡക്കിൾ, ഒച്ചിന്റെ ഒക്കെ തലയെ കാണാം 2 കൊമ്പ് പോലെ. അത് കോക്രോച്ചിനകത്ത് ആന്റിനയ്ക്ക് പകരം ഇവർക്കുള്ള സെൻസറി ടെൻഡക്കിൾസ് ആണ് തലയിൽ കാണപ്പെടുന്നത്. യൂഷ്വലി സെക്സസ് ആർ സെപ്പറേറ്റ്. ഒവിപാരസ് ആണ് വിത്ത് ഇൻഡയറക്ട് ഡെവലപ്മെന്റ്. ഒരുപാട് ലാർവൽ സ്റ്റേജ് വരുന്നുണ്ട്. 8ഓളം എക്സാമ്പിൾ ഉണ്ട് മക്കളെ. NCERT തന്നിരിക്കുന്ന പടം പൈലയും ഒക്ടോപ്പസും മാത്രമാണ്. ദിസ് വൺ കണ്ടോ, പൈല ആൻഡ് ഒക്ടോപ്പസ്. ഇതേ ചോദിക്കൂ. പിന്നെ നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആവാൻ വേണ്ടി മൊളസ്കയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 8 എണ്ണത്തിന്റെ ഒറിജിനൽ പടം ഞാൻ വെച്ചിട്ടുണ്ട്. പൈല, ആപ്പിൾ സ്നെയിൽ ഓർ പോൺ സ്നെയിൽ. ഇതാണ് നിങ്ങൾ പ്രാക്ടിക്കൽ റെക്കോർഡിൽ വരയ്ക്കേണ്ടത്. പിങ്ടാഡ, മുത്തുച്ചിപ്പി അഥവാ പേൾ ഓയിസ്റ്റർ. പേരുകളൊക്കെ പഠിച്ചോണം. NCERT കോപ്പി ചെയ്തിരിക്കുന്നത്. സെപ്പിയ, ട്രൂ ഫിഷ് അല്ലാത്തതാണ് സെപ്പിയ, കണവ അഥവാ കട്ടിൽ ഫിഷ്. ലോലിഗോ, അതാണ് സ്ക്വിഡ് അഥവാ ഭീമൻ കണവ. ഒക്ടോപ്പസ് ആണ് മക്കളെ അടുത്ത ഒരു ഏതാ ഫാൾസ് ഫിഷ്, ഫേക്ക് ആയിട്ടുള്ള ഫിഷ്, ഡെവിൾ ഫിഷ് എന്ന് പറയും. ആക്ച്വലി ഫിഷ് അല്ല, പക്ഷെ ഫിഷ് എന്ന് അവസാനിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അറിയാം, ലെപ്പിസ്മ ജെല്ലി ഫിഷ്, സോറി ലെപ്പിസ്മ സിൽവർ ഫിഷ്. കലണ്ടറിന്റെ ഒക്കെ അടിയിൽ ഇളകാത്ത ഫസ്റ്റ് ഇയറിലെ ബുക്കൊക്കെ നോക്കിയാൽ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ലെപ്പിസ്മ വരും. ഇരട്ടവാൽ എന്ന് പറയും. ഒറീലിയ ജെല്ലി ഫിഷ്, ഫിഷ് എന്ന് പേരുണ്ട് പക്ഷെ ഫിഷ് അല്ല. ഒക്ടോപ്പസ് ഡെവിൾ ഫിഷ്, ഫിഷ് എന്ന് പേരുണ്ട്, നീരാളി ഫിഷ് അല്ല. പിന്നെ കണവ ഏതാ കട്ടിൽ ഫിഷ്, അതിനകത്ത് ഒരു കണവ നാക്കുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് കട്ടിൽ ബോൺ. അതിന് കിട്ടിയ പേരാണ് കട്ടിൽ ഫിഷ്, സെപ്പിയ. അതും ട്രൂ ഫിഷ് അല്ല. ഇനി അടുത്ത പൈലത്തിൽ വരുന്നുണ്ട് ഏതാ എക്കനോഡേമേറ്റ വരുന്നുണ്ട്, സ്റ്റാർ ഫിഷ്. അതും യഥാർത്ഥ ഫിഷ് അല്ല. അറിയാമല്ലോ. പിന്നെ വരുന്നത് അപ്ലീസിയ, സീ എയർ. ഇവരെ പടം ഞാൻ തന്നിട്ടുണ്ട്. ഇവിടെ എയർ എന്ന് വെച്ചാൽ കാട്ടുമുയൽ എന്നാണ്. ചെവി എന്ന് പറയും. കാരണം ഇവർ പൊന്തക്കാട്ടി ഇരുന്നാലും അവരുടെ ചെവി ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് ശത്രുക്കൾക്ക് കാണാൻ പറ്റും. ഇതേപോലെയാണ് അപ്ലീസിയയുടെ ടെൻഡക്കിൾ. ഇവർ കടലിൽ കാണപ്പെടും. ഇവർ കടലിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുമ്പോൾ ആദ്യം ഈ 2 ടെൻഡക്കിൾ ഇങ്ങനെ വെള്ളത്തിന് മുകളിലേക്ക് വരും. ഇറ്റ് റിസംബിൾസ് എ ഹെയർ. എയർ എന്ന് വെച്ചാൽ കാട്ടുമുയൽ. സോ ഇറ്റ് ഈസ് കോൾഡ് കടൽ ചെവിയൻ അഥവാ സീ എയർ. ഡെൻഡാലിയം ആ പേര് വരാൻ കാരണം ഓർമ്മയുണ്ടല്ലോ, ടസ്ക് ഷെൽ. ഇതേപോലെ ഒരു ഷെല്ലിനകത്താണ് ഈ ജീവി ഇരിക്കുന്നത്. ആനയുടെ കൊമ്പ് പോലെ ഉണ്ടാവും. അങ്ങനെ കിട്ടിയ പേരാണ് ടസ്ക് ഷെൽ. കേട്ടല്ലോ, ആനക്കൊമ്പ് പോലെ കൊടുത്തിട്ടുണ്ട് ടസ്ക് ഷെൽ. പിന്നെ കീറ്റോപ്ലൂറ, കൈറ്റൺ എന്ന് പറയും. CHITIN, കൈറ്റിനും മാറണം. കൈറ്റിൻ ഒരു പോളിസാക്രൈഡ് ആണ്. ബയോമോളിക്യൂൾസ് പഠിക്കും. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഹോമോപോളിസാക്രൈഡ്. N-അസറ്റൈൽ ഗ്ലൈക്കോസമിൻ എന്ന മോണോമർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആള്, അത് കൈറ്റിൻ. Exoskeleton of arthropods is made up of chitin. This one is chitin or Chaetoplura. 8 പീസ് ഷെല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ജീവിയാണ് കൈറ്റൺ. ഇതാണ് മൊളസ്കയിൽ അറിയേണ്ടത്. അറിയാമല്ലോ, ബോഡിയുടെ 3 പാർട്സ് അറിയാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റാഡുല. ഓക്കെ. പിന്നെ കാൽക്കേരിയസ് ഷെൽ. എക്കാനോഡേമേറ്റ. എക്കാനസ് എന്ന് വെച്ചാൽ സ്പൈൻ, ഡേമിസ് എന്ന് വെച്ചാൽ സ്കിൻ. സ്പൈനി സ്കിൻഡ് ആനിമൽസ്. കാരണം എൻഡോസ്കെൽട്ടൻ നിർമ്മിച്ചിരിക്കുന്നത് സ്പൈനസ് സ്ട്രക്ചർ പോലെ തോന്നുന്ന കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഓസിക്കിൾസ് കൊണ്ടാണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ, ട്രൂ സീലം എല്ലാം പറയുന്ന കൂട്ടത്തിൽ ബൈലാറ്ററൽ സിമെട്രി വെച്ച് കീച്ചിയേക്കരുത്. കാരണം ഇവിടെ അഡൽസ് റേഡിയൽ സിമെട്രിയും ലാർവയാണ് കുഞ്ഞുങ്ങളെ ബൈലാറ്ററൽ സിമെട്രിയും കാണിക്കുന്നത്. Adults are radially symmetric, but larvae are bilaterally symmetric. Mouth is located on lower side.
ഇങ്ങനെയാണ് സ്റ്റാർ ഫിഷ് ഇരിക്കുന്നതെങ്കിൽ ഈ ഭാഗമാണ് ലോവർ സൈഡ്, ഇത് അപ്പർ സൈഡ്. ലോവർ സൈഡിന് നമ്മൾ എന്ത് പറയും? വെൻട്രൽ സൈഡ് എന്ന് പറയും. ഇത് ഡോർസൽ സൈഡ്. അല്ലെങ്കിൽ മൗത്ത് ഇരിക്കുന്നത് കൊണ്ട് ദിസ് സർഫസ് ഈസ് കോൾഡ് ഓറൽ സർഫസ്. താഴ്ഭാഗത്താണ് മൗത്ത്, ഏനസ് മുകളിൽ, ഇത് അബോറൽ സർഫസ്. മനസ്സിലായല്ലോ? മൗത്ത് ഈസ് ലൊക്കേറ്റഡ് ഓൺ ലോവർ സൈഡ് ആൻഡ് ഏനസ് ഓൺ അപ്പർ സൈഡ്. നെക്സ്റ്റ് വൺ, വാട്ടർ വാസ്കുലാർ സിസ്റ്റം. വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റാർ ഫിഷ് എക്സാമ്പിൾ എടുക്കുമ്പോൾ കാണാം അവിടെ ഓരോ ആമിനകത്തും റേഡിയേറ്റിംഗ് ആയിട്ടുള്ള കനാൽസ് ഉണ്ട്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഓർ അംബുലാക്കൽ സിസ്റ്റം. NCERT പറഞ്ഞിരിക്കുന്നത് ഇത് ലോക്കോമോഷന് സഹായിക്കും, ഫുഡ് ക്യാപ്ചറിന് സഹായിക്കും, ഫുഡ് ട്രാൻസ്പോർട്ടിന് സഹായിക്കും, റെസ്പിറേഷന് സഹായിക്കും എന്നൊക്കെ ആണെങ്കിലും മറ്റേ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് റേഡിയേറ്റിംഗ് കനാൽസ് കാണും വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിൽ. മറക്കല്ലേ, വാട്ടർ കനാലും വാട്ടർ വാസ്കുലാറും മാറിപ്പോകരുത്. വാട്ടർ കനാൽ സിസ്റ്റം ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് പോറിഫെറ, while water vascular system is the property of Echinodermata. അവിടെ ആ റേഡിയേറ്റിംഗ് കനാൽസ് ഉണ്ട്, അതിനകത്ത് കുറെ വാട്ടർ ഫിൽഡ് അപ്പൻഡേജ് ഉണ്ട്, അതാണ് 2 feet. ആക്ച്വലി അതാണ് ലോക്കോമോഷന് സഹായിക്കുന്ന. NCERT എടുത്ത് പറയുന്നില്ല. പിന്നെ റെസ്പിറേഷൻ ബൈ ദ ഹെൽപ്പ് ഓഫ് ഡെർമൽ ബ്രാങ്കിയെ ഓർ കോൾഡ് സ്കിൻ ഗിൽസ്. ഉണ്ടോ? ഈ സ്കിൻ ഗിൽസും വാട്ടർ വാസ്കുലാർ സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണും. അതുകൊണ്ട് പറഞ്ഞപ്പോൾ ഒറ്റയടിക്കങ്ങ് പറഞ്ഞു. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ, food capture and transport of food and also respiration. ഇവരും എക്സ്ക്ലൂസീവ്ലി മറൈൻ, പറഞ്ഞില്ല എന്നേ ഉള്ളൂ, കടൽ വെള്ളത്തിൽ മാത്രം കാണപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, സെക്സസ് സെപ്പറേറ്റ് ആണ്, ആൺ പെൺ വ്യത്യാസമുണ്ട്. ഫെർലൈസേഷൻ, വെള്ളത്തിലായതുകൊണ്ട് തന്നെ ഫെർലൈസേഷൻ നടക്കുന്നത് ബോഡിക്ക് വെളി വെച്ചാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നവരാണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്, അതായത് ഓരോന്നിനും ഓരോ ലാർവൽ സ്റ്റേജ് കാണപ്പെടും. എക്സാമ്പിൾ ആസ്റ്റീരിയാസ് ഓർ സ്റ്റാർ ഫിഷ്, അവിടെ ലാർവയാണ് ഞാൻ തന്നിട്ടുണ്ട്, ബൈപ്പിന്റെ ഏരിയ. എക്കൈനസ് ഓർ സീ എർച്ചിൻ, കടൽ ചേന അറിയാമല്ലോ, അവിടെ ലാർവയുടെ പേരാണ് എക്കൈനോപ്ലൂട്ടിയസ്. ആൻഡഡോൺ ഓർ സീ ലില്ലി, അതിന്റെ ലാർവൽ സ്റ്റേജിന്റെ പേരാണ് ഡൊളിയോലേറിയ. പിന്നെ കുക്കുമേറിയ, സീ കുക്കുംബർ, കടൽ വെള്ളരി, അവിടെ ലാർവൽ സ്റ്റേജിന്റെ പേരാണ് ഓറിക്കുലേറിയ. കേട്ടല്ലോ? അതുപോലെ ഒഫ്യൂറ ഓർ ബ്രിട്ടിൽ സ്റ്റാർ, അതിന്റെ ലാർവൽ സ്റ്റേജ് ആണ് ഒഫിയോപ്ലൂട്ടിയസ്. ലാർവൽ സ്റ്റേജ് എൻട്രൻസിന് വേണ്ടിയാണ് ഞാൻ മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇതിന്റെ എക്സാമ്പിൾസ് പേര് മാത്രം ഓർത്തിരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് ഫൈലം 10th one ഈസ് ഫൈലം എമികോഡേറ്റ. ഓക്കെ, സ്റ്റാർ ഫിഷ് പടം തന്നിട്ടുണ്ട്, സ്റ്റാർ ഫിഷും തന്നിട്ടുണ്ട്, ബ്രിട്ടിൽ സ്റ്റാറും തന്നിട്ടുണ്ട്, ആസ്ട്രേലിയാസ്, ഒഫ്യൂറ. എമികോഡേറ്റ, this phylum consists of a small group of animal commonly known as hemichordates. Hemi എന്ന് വെച്ചാൽ half. Chordata means group with notochord. കാര്യം it was earlier considered as a subphylum under phylum Chordata. നേരത്തെ ഇതിനെ കൺസിഡർ ചെയ്തത് ഹെമികോഡേറ്റ, സോറി ഫൈലം കോഡേറ്റയിലെ ഒരു സബ്ഫൈലം. സബ്ഫൈലം ഹെമികോഡേറ്റ, സബ്ഫൈലം യൂറോകോഡേറ്റ, സബ്ഫൈലം സെഫാലോകോഡേറ്റ ആൻഡ് സബ്ഫൈലം വെർട്ടിബ്രേറ്റ എന്നായത്. മറക്കല്ല, ഇനി കോഡേറ്റ എന്ന് പറയുന്ന വീഡിയോയിൽ അതൊക്കെ വരുന്നു. പിന്നീട് ബാൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് തിരിച്ചറിഞ്ഞു ഇവർക്ക് ട്രൂ ആയിട്ടുള്ള നോട്ടോകോഡ് ഇല്ല, സ്റ്റോമോകോഡ് എന്ന് പറയുന്ന, അതായത് ഇവിടെ വായിൽ നിന്ന് ഒരു ഡൈവേർട്ടിക്കുലം, ഒരു പ്രീബക്കൽ ഡൈവേർട്ടിക്കുലം, ഇങ്ങനെ ചെറിയൊരു സ്ട്രക്ചർ ഉണ്ട്, അത് നട്ടലുമായിട്ട് പുലബന്ധം പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം now it is placed as a separate phylum under non-chordata. അതിനെ നോൺ കോഡേറ്റയിലെ ലാസ്റ്റ് ഫൈലം ആക്കി മാറ്റി. ജനറൽ ക്യാരക്ടേഴ്സ് worm like marine animals, പടം കാണുമ്പോൾ അറിയാം. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എല്ലാ അഡ്വാൻസ് ക്യാരക്ടറും നിങ്ങൾക്ക് ഇവിടെ തള്ളാം. 2 within a 2 body plan, bilateral symmetry, triploblastic animal ആണ്, 2 coelomate animal ആണ്, ബോഡി സിലിണ്ടറിക്കൽ ആണ് എന്ന് മാത്രമല്ല ഉരുണ്ടിരിക്കും ബോഡി. ബോഡി is divided into 3 regions, namely anterior, proboscis, ആനയുടെ തുമ്പിക്കൈയെ നമ്മൾ proboscis എന്ന് വിളിക്കും, പിന്നെ കോളർ, പിന്നെ ഒരു ലോങ് ട്രങ്ക് റീജിയൻ. മനസ്സിലായല്ലോ? ഓപ്പൺ സർക്കുലേഷൻ ആണുള്ളത്. proboscis gland മറക്കരുത്, ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ബെലനോഗ്ലോസസ് ഓർ എമികോഡേറ്റ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് proboscis gland. റെസ്പിറേഷൻ ഗിൽസ് വഴിയാണ്, സെക്സസ് സെപ്പറേറ്റ് ആണ്, ഫെർലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ബാഹ്യ ബീജ സംയോഗമാണ്. ഇൻഡയറക്റ്റ് ആണ് ഡെവലപ്മെന്റ്, ലാർവൽ സ്റ്റേജോട് കൂടിയ ഡെവലപ്മെന്റ്. എക്സാമ്പിൾ ആണ് ബെലനോഗ്ലോസസ് ഓർ ടങ് വർം ആൻഡ് സാക്കോഗ്ലോസസ്. പുതിയ NCERT പ്രിന്റ് ചെയ്തേക്കുന്നതിനകത്ത് ഇതാ proboscis, ഇത് കോളർ എന്നും പിന്നെ ഇവിടെ നിങ്ങളുടെ ട്രങ്ക് എന്നും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഫുൾ ആയിട്ടാണ് ട്രങ്ക് പറയുന്നത് പല ടെക്സ്റ്റിനകത്തും. ഇത് കോളർ, ഇത് proboscis. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഏതാ?
ഇവിടെ ബോഡിയുടെ ഡിവിഷൻ പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്, അത് ഓർത്തിരിക്കുക. പിന്നെ പ്രൊബോസിസ് ഗ്ലാൻഡ്, എൽസ് ഇൻ എക്സ്ക്രീഷൻ. പ്രൊബോസിസ് ഗ്ലാൻഡ് ആസ് വിച്ച് ഫംഗ്ഷൻ ഇൻ എമികോഡേറ്റ്സ് ചോദിച്ചാൽ എക്സ്ക്രീഷൻ, അല്ലെ തിരിച്ച് വിച്ച് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓഫ് എമികോഡേറ്റ്സ് ചോദിച്ചാൽ പ്രൊബോസിസ് ഗ്ലാൻഡ്. ആണല്ലോ. ഈ പറഞ്ഞതിനകത്ത് ഇവരുടെ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ക്യാരക്ടർ, അത് ഇത്ര നോക്കുക. ഓക്കെ, ഏകദേശം 54-55 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ നിർത്താൻ പറ്റിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ഇതുമില്ലാതെ അറ്റൻഡ് ചെയ്യാം. ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ നമ്മൾ എക്സാമിന് 2-3 ദിവസം മുമ്പ് ഇടുന്നതായിരിക്കും. അത് കാണുക, പരീക്ഷയ്ക്ക് പോവാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.